നമസ്കാരം. രണ്ടാമത്തെ വട്ടമാണ്. കഴിഞ്ഞ വട്ടം ഇതേ ഹാളിൽ തന്നെയായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം ദുർഗാപൂജയുടെ സമയത്ത്, നവരാത്രി പൂജയുടെ സമയത്ത് നവരാത്രിയുടെ സങ്കല്പം എന്താണ്, പ്രാധാന്യം എന്താണ്, ആചരണത്തിന്റെ പ്രസക്തി എന്താണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വലിയൊരു സദസ്സാണ് ഇന്നെന്ന് തോന്നുന്നു. കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും കൂടുതൽ ആളുകളും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി ആലോചനകൾ നടത്താനും അതിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കഴിയുന്ന സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുമായിട്ടുള്ളൊരു സമയത്ത് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ രണ്ടാം നവോത്ഥാനം, അതിൻ്റെ നേര് നുണ നിലപാടുകൾ എന്ന വിഷയത്തിലാണ്. നമുക്കറിയാം എന്താണ് നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവ ഉത്ഥാനം, പുതിയൊരു തുടക്കം. അതുവരെ മുന്നോട്ട് വന്നിരുന്ന രീതിയിൽ നിന്ന് വിപ്ലവകരമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെ അതിനു മുൻപ് അതിനു ശേഷം എന്നിങ്ങനെ ചരിത്രത്തെ രണ്ടാക്കി വിഭജിക്കാൻ സാധിക്കുന്ന പോലെ. സാധാരണ നമ്മൾ കാലഗണനയെ വിഭജിക്കുമ്പോൾ AD-BC എന്നാണല്ലോ പറയാറ്. അതിനൊരു കാരണമുണ്ടല്ലോ. ആ വിഭജനത്തിന് തക്കതായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണം. ആ വിഭജനത്തിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേറെ തർക്കമാണ്. ആ വിഷയത്തിലേക്ക് പിന്നീടൊരു അവസരത്തിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത്തരത്തിലൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടാവണം. ആ മാറ്റം എന്ന് പറയുന്നത് ആ സമാജത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അടിമുടി പരിഷ്കരിച്ചിട്ടുണ്ടാവണം. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രത്തിൽ വലിയ രീതിയിലുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നവോത്ഥാനങ്ങളെ പറ്റിയെല്ലാം വലിയ രീതിയിൽ അഭിമാനമുള്ളവരാണ് നമ്മൾ. ആ നവോത്ഥാനം തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിത നിലവാരത്തിലും ചിന്താപദ്ധതിയിലും ലിവിങ് സ്റ്റാൻഡേർഡിലും ഒക്കെയുള്ള നമ്മുടെ വ്യത്യാസത്തിന്റെ കാരണം ഒരുപക്ഷെ മറ്റെവിടെയും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള നവോത്ഥാനങ്ങൾ, ആധ്യാത്മികാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ആത്മീയമായിട്ടുള്ള പരിവർത്തനങ്ങൾ. ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാനം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ വിപ്ലവമായിരുന്നു. സാമൂഹിക പരിഷ്കരണം അതിന്റെ ഒരു ഘടകം മാത്രമാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ആത്മീയ തലങ്ങളെ കാണാതിരിക്കുകയും അതിലെ സാമൂഹിക പരിഷ്കരണത്തിന്റെ ഒരു വിഷയം മാത്രമാക്കി നവോത്ഥാനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നു എന്നൊരു അപകടത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ കേരളത്തിൽ ആ രീതിയിലുള്ള വലിയ നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. 924 വൈക്കം സത്യാഗ്രഹമായാലും 931 ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിലും 936 ക്ഷേത്രപ്രവേശന വിളംബരമാണെങ്കിലും 1813 1859 ഇടയ്ക്ക് നടന്നിട്ടുള്ള ചാന്നാർ ലഹളയാണെങ്കിലും 1893 നടന്നിട്ടുള്ള വില്ലുവണ്ടി യാത്രയാണെങ്കിലും ഇതെല്ലാം ഒരുപക്ഷെ ആ സമാജത്തിന്റെ അതുവരെയുള്ള മുന്നോട്ട് പോക്കിനെ വിപ്ലവകരമായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ പരിവർത്തനം ചെയ്യുകയും അതിനുശേഷം പുതിയൊരു ക്രമത്തിലൂടെ, പുതിയൊരു ഉണർവിലൂടെ, പുതിയൊരു ചിന്താ പദ്ധതിയിലൂടെ ആ സമാജം മുന്നോട്ട് പോവുകയാണ്. അതാണ് നവ ഉത്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാനം ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ കേരള സമൂഹത്തിൽ രണ്ടാം നവോത്ഥാനത്തിന്റെ സമയമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഏത് തലത്തിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത് നവോത്ഥാനമാകുന്നത് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്നൊക്കെ പറയുന്നെങ്കിലും അടിസ്ഥാനപരമായി ഈ നവോത്ഥാനം ഉദ്ദേശിക്കുന്നത് ശബരിമലയിലെ വിധി നടപ്പാക്കണമെന്ന് മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് ആ നവോത്ഥാനത്തിന്റെ ഈ വലിയ ആഹ്വാനത്തിന് മേലിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഇവിടെ പൊതുസമൂഹത്തിന്റെ ചിന്താ പദ്ധതിയെയോ രീതിയെയോ ജനങ്ങളുടെ സാമൂഹിക ജീവിത നിലവാരത്തെയോ ഏതെങ്കിലും വലിയ രീതിയിൽ വിപ്ലവകരമായി പരിവർത്തനം ചെയ്യണം എന്നൊന്നുമില്ല. ശബരിമലയിലെ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി അത് പല രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു നോക്കി. ആദ്യം ഒരു കോടതി വിധിയാണ്, നമ്മൾ എന്തായാലും അത് അനുസരിച്ചേ സാധിക്കുള്ളൂ, കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പരിഹാരമൊന്നും ഇല്ല എന്നുള്ള തരത്തിൽ ആദ്യം അതിനൊരു ശ്രമം നടത്തി നോക്കിയിരുന്നു. അത് സാധ്യമായില്ല. ജനങ്ങൾ കോടതി വിധിയാണെങ്കിൽ തന്നെയും അതിനെ എതിർക്കാൻ തയ്യാറായി. കോടതി വിധിയാണെങ്കിലും അതിനെ എതിർക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെയാണല്ലോ ജനാധിപത്യം നിലനിൽക്കുന്നത്. കോടതി വിധികൾ തെറ്റാണെങ്കിലും അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. കോടതികൾ എന്താ പറയാ, കോടതികൾ അവസാന വാക്കായിരിക്കുമ്പോഴും തെറ്റുപറ്റാത്ത സ്ഥാപനങ്ങളല്ല. YV സബർവാൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന YV സബർവാൾ 2006 അദ്ദേഹത്തിന്റെ 21 സഹന്യായാധിപന്മാരെ സാക്ഷി നിർത്തി ഒരിക്കൽ പറഞ്ഞിരുന്നു, ദ സുപ്രീം കോർട്ട് ഈസ് ഫൈനൽ ബട്ട് നോട്ട് ഇൻഫാലിബിൾ. സുപ്രീം കോടതി അന്തിമമാണ്, പക്ഷെ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റില്ലെന്ന് അതുകൊണ്ട് അർത്ഥമില്ല. സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനെ തിരുത്താനുള്ള ഉപാധികൾ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ജനാധിപത്യത്തിന്റെ വ്യവസ്ഥയെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ജുഡീഷ്യൽ സോവർണിറ്റി ഉള്ള ഒരു രാജ്യമാക്കാത്തത്. കോടതികളുടെ വാക്കിന് ഒരു വാക്കിനും മറുവാക്കില്ലാത്തൊരു വ്യവസ്ഥ ജനാധിപത്യം ആവില്ല. കാരണം ജനാധിപത്യം എന്നത് ജനങ്ങൾ അവരുടെ പ്രതിനിധികളാൽ സ്വയം ഭരിക്കപ്പെടുന്ന വ്യവസ്ഥയാണ്.
ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ആ പ്രതിനിധികളിലൂടെ സ്വയം ഭരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥ മാത്രമേ ജനാധിപത്യമാവുള്ളൂ. എന്നാൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയൊന്നും ജനം തിരഞ്ഞെടുത്തിട്ടുള്ളതല്ല. ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലെയോ ഈ 31 ജഡ്ജിമാരിൽ ഒരാളെ പോലും ജനം തിരഞ്ഞെടുത്തിട്ടുള്ളതല്ല. അങ്ങനെയുള്ള ജഡ്ജിമാർക്ക് തെറ്റുപറ്റിയാലും ആ തെറ്റിനെ കാമാവിണ്ടാതെ അനുസരിച്ചുകൊണ്ട് പോരണം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ ഒരു വാക്കിനും മറുവാക്കില്ല അവസ്ഥ ടൈറണി ഓഫ് ദ അൺഎലക്റ്റഡ് ആണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വിൽ ഓഫ് ദ പീപ്പിൾ ആണ്. അതുകൊണ്ടാണ് ഇത് ജുഡീഷ്യൽ സോവർണിറ്റി അല്ലാതെ പാർലമെന്ററി സോവർണിറ്റിയുടെയും ജുഡീഷ്യൽ സുപ്രീമസിയുടെയും ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് അടങ്ങുന്ന ഡിവിഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഒക്കെയുള്ള യൂണിയൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ അങ്ങനെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇങ്ങനെ 3 തലത്തിൽ സ്റ്റേറ്റിനെ വിഭജനം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഓർഗന് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ മറ്റ് 2 ഓർഗനുകൾക്കും അധികാരമുള്ളതുപോലെ, ഇപ്പോൾ ലെജിസ്ലേച്ചറിന് തെറ്റുപറ്റിയാൽ അതിനെ തിരുത്താൻ കോടതിക്ക് അധികാരമുള്ളതുപോലെ കോടതിക്ക് തെറ്റുപറ്റിയാൽ അതിനെ തിരുത്താൻ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും അധികാരമുള്ളത് പോലത്തെ ഒരു വ്യവസ്ഥ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോടതിയുടെ ഉത്തരവാണ്, അതുകൊണ്ട് ഏത് നിലയ്ക്ക് നടപ്പാക്കിയേ പറ്റുള്ളൂ എന്നുള്ള വാദമൊന്നും സ്വീകാര്യമല്ല. കോടതിയുടെ വിധി തെറ്റാണെങ്കിൽ അതിനെ തിരുത്താൻ നിയമനിർമ്മാണത്തിലൂടെ അതിനെ തിരുത്താൻ ആർട്ടിക്കിൾ 245, 246 കൊടുക്കുന്ന അധികാരം കൊണ്ട് കോടതി വിധികളെ നിയമനിർമ്മാണത്തിലൂടെ ലെജിസ്ലേഷനിലൂടെ തിരുത്താൻ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. അതും കൂടി ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ജനാധിപത്യം എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോടതി വിധിയാണെങ്കിൽ അതിനെ മറികടക്കാൻ ഓർഡിനൻസ് ഉണ്ടാക്കണം എന്നൊരാവശ്യം ഇവിടെ ശക്തമായിട്ടുണ്ടായത്. അപ്പൊ കോടതി വിധിയാണ്, അതുകൊണ്ട് അത് അലംഘനീയമാണ്, അത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള വാദത്തിന് നിലനിൽപ്പില്ലാണ്ട് വന്നു. പിന്നെന്താണ് അടുത്ത പരിഹാരം? അടുത്ത പരിഹാരം ഈ വിധി നടപ്പാക്കേണ്ടത് ഒരു നവോത്ഥാന പ്രശ്നമാണ്. കേരളത്തിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങളോട് നീതി പുലർത്താൻ, ആ നവോത്ഥാനത്തിന്റെ ന്യായമായ തുടർച്ച ഉറപ്പുവരുത്താൻ കാലോചിതമല്ലാത്ത അപരിഷ്കൃതമായിട്ടുള്ള ഇത്തരം ആചാരങ്ങളെ പരിഷ്കരിക്കേണ്ടതുണ്ട്. അത് നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു പരിഷ്കൃത സമാജം എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലേക്ക് ആ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോയി. പക്ഷേ അത്തരത്തിൽ കാലോചിതമല്ലെന്ന് കണ്ട് പരിഷ്കരിക്കണമെങ്കിൽ അവിടെ ചില പ്രീറെക്വിസിറ്റ്സ് ഉണ്ട്, ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പ്രീ കണ്ടീഷൻ? ഒന്ന്, ആ ആചാരം കാലോചിതമാവരുത്. കാലോചിതമായിട്ടുള്ള ഒരു ആചാരത്തെ പണ്ട് ചില കാലോചിതമല്ലാത്ത ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും പരിഷ്കരിക്കാം എന്ന് പറയുന്നത് ശവങ്ങളെ നമ്മൾ കുഴിച്ചിടാറുണ്ട്, അതുകൊണ്ട് ജീവനുള്ളതിനെയും കുഴിച്ചിടാം എന്ന് പറയുന്ന പോലത്തെ വാദമാണ്. പല തെറ്റായിട്ടുള്ള ആചാരങ്ങളെയും, കാലോചിതമല്ലാത്ത ആചാരങ്ങളെയും അല്ലെങ്കിൽ ദുരാചാരങ്ങളെയും നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ സമയത്തൊക്കെ ദുരാചാരം എന്നതിൻ്റെ തത്തുല്യമായിട്ടുള്ള ഒരു വാക്കായിട്ട് അനാചാരം എന്ന് ഉപയോഗിച്ച് കാണാറുണ്ട്. അനാചാരം എന്ന് പറഞ്ഞാൽ ഒരു മോശം ആചാരം അല്ലെങ്കിൽ ദുരാചാരം എന്ന അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ അനാചാരം എന്ന് പറഞ്ഞാൽ ദുരാചാരം എന്നല്ല അർത്ഥം. അന്യത്ര ആചരണ അഭാവാത് അനാചാരാൻ എന്നാണ് ശങ്കരഭാഷ്യം. എന്താണ്? മറ്റെവിടെയെങ്കിലും ആചരണമില്ലാത്ത ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ആചരിച്ചു വരുന്നത് എന്തോ അതാണ് അനാചാരം. കേരളത്തിലെ നമ്പൂതിരിമാരെ അനുഷ്ഠിക്കേണ്ട 64 അനാചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശങ്കരാചാര്യരാണ്. ഇതിലെ 64ാമത്തെ അനാചാരം ഉടന്തടി ചാടരുത് എന്നാണ്. ഉടന്തടി ചാടരുത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ തീയിൽ ചാടി മരിക്കരുത് എന്നാണ്, സതി അനുഷ്ഠിക്കരുത് എന്നാണ്. അത് 64ാമത്തെ അനാചാരമാണ്. സതി ദുരാചാരമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു ഉടന്തടി ചാടരുത് എന്നത് അനാചാരമാണെന്ന്. എങ്ങനെയായിരിക്കാം? ഒരുപക്ഷെ നമ്പൂതിരിമാരുടെ ആചാരങ്ങൾ മുഴുവൻ അനാചാരങ്ങൾ അല്ലെങ്കിൽ ദുരാചാരത്തിന് തത്തുല്യമാണ് എന്ന ഒരു പരിഷ്കരണ ബോധം, അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതലത്തിലായിരിക്കാം ഒരുപക്ഷെ അനാചാരം എന്നത് ദുരാചാരം എന്നതിൻ്റെ ഒരു തത്തുല്യമായിട്ടുള്ള വാക്കായിട്ട് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്. എന്നാൽ അന്യത്ര ആചരണമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അനാചാരം എന്നുള്ള വാക്ക് നിലനിൽക്കുന്നത്. പക്ഷേ ദുരാചാരം എന്നത് മതത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ പിൻബലമില്ലാത്തതും ആ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് വിഘാതമാവുന്നതും ആ കാലഘട്ടത്തിന്റെ നീതിബോധത്തിന് നിരക്കാത്തതുമായിട്ടുള്ള ആചാരം എന്തോ അതാണ് ദുരാചാരം. ശബരിമലയിലെ ആചാരം എത്തരത്തിലാണ് ദുരാചാരമാവുന്നത്? ശബരിമലയിലെ ആചാരം ദുരാചാരമാണെന്ന് ശബരിമല വിധി വരുന്നതിന് മുമ്പ് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഇപ്പൊ ഇത് വലിയ ദുരാചാരമാണ്, ഇത് അടിയന്തരമായിട്ട് പരിഷ്കരിക്കണം എന്ന് പറയുന്നവരെങ്കിലും 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് ഇത് ദുരാചാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് പരിഷ്കരിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു സമരം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ അതിനുവേണ്ടി ഒരു വരി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? ഒരു മാസികയിലോ ഒരു വാരികയിലോ ഒരു വരി ലേഖനം എഴുതപ്പെട്ടിട്ടുണ്ടോ? ഒരു കാലത്തും കേരള സമൂഹം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മുറവിളി കൂട്ടിയിട്ടുള്ള ഒരു ദുരാചാരമായിരുന്നില്ല ഈ പറയുന്ന ശബരിമലയിലെ ആചാരം. അത് വളരെ ഭക്ത്യാദരപൂർവം ശരിയായൊരു ആചരണം എന്നുള്ള രീതിയിൽ ഈ സമാജം ആചരിച്ചു വന്നിരുന്നതാണ്. ഈ സമ്പ്രദായത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾ, ഈ സമാജത്തിലെ വിശ്വാസികളല്ലാത്ത ആളുകൾ, അവരെ യാതൊരു നിലയ്ക്കും ബാധിക്കാത്തൊരു പ്രശ്നത്തിന്റെ മേലെ ഒരു സാമൂഹിക ഇടപെടൽ എന്ന രീതിയിൽ കോടതിയിൽ പോയി കേസ് നടത്തി ഒരു വിധി സമ്പാദിച്ചുകൊണ്ട് വന്നപ്പോ, പറയാനുള്ള കാരണം വിശ്വാസികളായിട്ടുള്ള ആരുമല്ല ഈ കേസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് സുപ്രീം കോടതിയിൽ
ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ട് ശബരിമല കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസി സംഘടനയല്ല. ഈ യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷനിലെ ഈ കേസ് കൊടുത്തിട്ടുള്ള ഹർജിക്കാരായിട്ടുള്ള 5 യുവതികളിൽ ഒരാൾ പോലും കേരളം സന്ദർശിക്കുകയോ ശബരിമല ക്ഷേത്രത്തിനെ പറ്റി നേരിട്ട് പഠിക്കുകയോ അവിടെ നിലനിൽക്കുന്ന താന്ത്രികമായിട്ടുള്ള ആചാര പദ്ധതിയെ പറ്റി നേരിട്ട് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. വിധി വന്നിട്ട് 3 മാസം കാലം കഴിഞ്ഞു. ഈ വിധിയുടെ ഗുണഭോക്താക്കളായിട്ട് ഇവരിൽ ആരെങ്കിലും ഇപ്പോഴെങ്കിലും ശബരിമലയിൽ ദർശനം നടത്താൻ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല. അപ്പോ അവർക്ക് ആവശ്യമുള്ളൊരു മാറ്റമായിട്ടില്ല. ഇതൊരു ദുരാചാരം. ചില പത്രങ്ങളിലും ചില മാസികകളിലും ഒക്കെ വന്ന ചില ഇന്റർവ്യൂകളും ചില തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകളും മാത്രം വിശ്വസിച്ചുകൊണ്ട് ശബരിമലയിൽ നിലനിൽക്കുന്ന ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്, ഒരു എന്താ പറയുക, ഒരു പുരുഷാധിപത്യത്തിന്റെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന്റെ ഉൽപ്പന്നമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയന്ത്രണമാണത് എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുത്താണ്. ഈ കേസ് കൊടുത്തിട്ടുള്ള 5 പേരിൽ 3 പേരും പിന്നീട് കേസിന്റെ ആർഗ്യുമെന്റ് സ്റ്റേജിൽ, കേസിൽ വാദം നടക്കുന്ന സമയത്ത് ഇതിലെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറുന്ന സാഹചര്യം പോലും ഉണ്ടായി. 5 പേരിൽ 3 പേരും ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്ന റെഡി ടു വെയിറ്റ് പോലെയുള്ള പ്രക്ഷോഭങ്ങൾ കണ്ടപ്പോഴാണ്, വിശ്വാസികളുടെ മുന്നേറ്റങ്ങൾ കണ്ടപ്പോഴാണ് ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ അത്തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് അവിടുത്തെ പ്രതിഷ്ഠയുടെ ഭാവവുമായി പ്രതിഷ്ഠയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു ന്യായമായ നിയന്ത്രണം മാത്രമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് 5 പേരിൽ 3 പേരും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾ ഒരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ, ഒരു സാമൂഹിക വിഷയം എന്നുള്ള രീതിയിൽ, ഒരു ജെൻഡർ ഇഷ്യൂ എന്നുള്ള രീതിയിൽ, ഒരു ഇഷ്യൂ ഓഫ് റൈറ്റ്സ് എന്ന രീതിയിൽ, ഒരു അവകാശ പ്രശ്നം എന്ന രീതിയിൽ ഒരു കേസ് പോയി അതിൽ നിന്നൊരു വിധി സമ്പാദിച്ചപ്പോൾ ആ വിധി നടപ്പാക്കേണ്ടത് ഒരു അടിയന്തര നവോത്ഥാന പ്രശ്നമാവുന്ന എപ്പോഴാണ്? ഈ ദുരാചാരങ്ങളെയൊക്കെ നമ്മൾ പരിഷ്കരിച്ചും പരിഹരിച്ചുമാണ് മുന്നോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഒരു ദുരാചാരത്തെ പോലും സമാജം സ്വയം ആഗ്രഹിക്കാതെ അതിനുള്ളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവാണ്ട് ഇവിടെ പരിഷ്കരിച്ചിട്ടില്ല. കാരണം പരിഷ്കരണം എന്നത് ആദ്യവും അവസാനവും ഒരു ആഭ്യന്തര പ്രക്രിയയാണ്. പരിഷ്കാരത്തെ, മാറ്റത്തെ പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മാറ്റം എന്നത് ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. ഈ സമൂഹത്തിന് ഇത്തരത്തിലൊരു ദൗർബല്യമുണ്ട്, ഇത്തരത്തിലൊരു പോരായ്മ ഉണ്ടെന്ന് നമുക്ക് സ്വയം ബോധ്യം വരികയും ആ പോരായ്മയെ പരിഷ്കരിക്കണമെന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തന്നെ സംജാതമാവുകയും അത് എത്തരത്തിൽ മാറ്റണം, എത്തരത്തിൽ പരിഷ്കരിക്കണം എന്നതിന്റെ ചിന്തകളും ചർച്ചകളും നമുക്കിടയിൽ സംഭവിക്കുകയും അതിനെ മാറ്റാൻ നമ്മൾ സ്വയമേവ സന്നദ്ധരാവുകയും ചെയ്യുമ്പോഴാണ് അത് പരിഷ്കരണമാവുന്നത്. പരിഷ്കരണം ഉള്ളിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. പരിഷ്കരണത്തെ പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ പേര് അധിനിവേശം എന്നാണ്. അപ്പോ ഇവിടെ സമാജം ആഗ്രഹിക്കാത്തൊരു മാറ്റം, ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. കേരള സമൂഹത്തിൽ പോലും ആ രീതിയിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കാത്തൊരു മാറ്റം കോടതി വിധിയിലൂടെ നമുക്ക് മേലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വിധിയെ എതിർക്കുന്നവര് സ്ത്രീകളുടെ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏതോ വിധിയാണെന്ന് പറയുമ്പോൾ തന്നെയും ആ വിധിയെ എതിർക്കുകയും അതിനെതിരെ തെരുവിലിറങ്ങുകയും ചെയ്തതിന്റെ ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നതും ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് എന്നൊരു അത്ഭുതകരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിട്ടുള്ളത്. അപ്പോ ഇത് ദുരാചാരമാണെന്ന് പറയാൻ പോലും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ആവർത്തിച്ച് നുണകളിലൂടെ അതിനെ ദുരാചാരമാണെന്ന് വരുത്തി തീർക്കുകയും അത്തരത്തിൽ ദുരാചാരം എന്ന് സ്ഥാപിച്ചിട്ട് അതിനെ പരിഷ്കരിക്കുന്നത് നവോത്ഥാനമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പട്ടിയെ പേപ്പട്ടിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ തല്ലിക്കൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അതേപോലെ ഒരു ആചാരത്തെ, ഒരു നിലനിൽക്കുന്ന ആചാരത്തെ, വിശ്വാസി സമൂഹം അനുവർത്തിച്ചു പോരുന്ന ഒരു ആചാരത്തെ, വിശ്വാസത്തോടെ തന്നെ പാലിച്ചു പോരുന്ന ഒരു ആചാരത്തെ അവരോട് തന്നെ അത് ദുരാചാരമാണെന്ന് തെറ്റ് പറഞ്ഞ് നുണ പറഞ്ഞ് അതിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പദ്ധതി തന്നെ നുണകളാൽ നിർമ്മിതമാണ്. ഇതിന്റെ അടിസ്ഥാന പദ്ധതി തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന മുഴുവൻ കഥകളും അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ഉദാഹരണങ്ങളായി കേരള സമൂഹം ആർജിച്ചെടുത്ത നവോത്ഥാനത്തിന്റെ വലിയ അഭിമാനകരമായ മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മുഴുവൻ സംഭവങ്ങളും 100% നുണകളാവുന്നത്. അത് വല്ലാത്തൊരു അത്ഭുതകരമായിട്ടുള്ള സാഹചര്യമാണ്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു കഥ പോലും ഇവിടെ ഇരിക്കുന്ന ഒരാളും കേട്ടിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അത് ഏറ്റവും താഴെക്കിടയിലുള്ള ആള് മുതൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആള് വരെ ആവർത്തിച്ചു പറയുന്ന നുണകളാണ്. അതിനങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ഈ നുണ പറയുന്നതിന് ഇന്ന ആൾക്കാർ നുണ പറയുക, കുറച്ചും കൂടി മുതിർന്ന ആൾക്കാർ കുറച്ചൊരു ഇടത്തരം സത്യം പറയുക, അർത്ഥസത്യം പറയുക, വലിയ ആളുകൾ സത്യം പറയുക, അങ്ങനെയൊക്കെ ഒരു രീതി ഉണ്ടല്ലോ. അതൊന്നുമില്ല. ഏറ്റവും താഴെക്കിടയിലുള്ള എന്താ പറയുക സാംസ്കാരിക തൊഴിലാളി മുതൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള മുഖ്യമന്ത്രി വരെ
പച്ച നുണ പറയും, കണ്ണ് ചിമ്മാതെ നുണ പറയും. ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കഥകളെല്ലാം പരിശോധിച്ചോളൂ. ഒന്ന് നങ്ങേലി മുല മുറിച്ചു കൊടുത്തു എന്നുള്ള കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പോഴത്തെ നവോത്ഥാനത്തിന്റെ കേരള സമൂഹം നേടിയെടുത്തിട്ടുള്ള നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത് എന്താ? മുലക്കരത്തിനെതിരെ പ്രതിഷേധിക്കാൻ നങ്ങേലി മുല മുറിച്ചു കൊടുത്തിട്ടുള്ള നാടാണ് കേരളം. അത്തരത്തിൽ വലിയ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കേരളം. ഒന്ന്. രണ്ട്, ദളവാക്കുളം കേട്ടിട്ടുണ്ടോ? ദളവാക്കുളം ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഈഴവരായിട്ടുള്ള യുവാക്കളെ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട്ടാളം വന്ന് കൊന്നു തള്ളി 20ഓളം പേരെ, എന്നിട്ട് കുളത്തിലേക്ക് അവരുടെ ശവശരീരങ്ങൾ ഇടിച്ചു താഴ്ത്തി. ആ കുളമാണ് ദളവാക്കുളം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം പണ്ട് ദളവാക്കുളമായിരുന്നു. അങ്ങനെയുള്ള ഈ തരത്തിൽ നിങ്ങളെ അടിച്ചമർത്തിയിരുന്ന ആളുകളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനാണ് ഇപ്പൊ വലിയ കാര്യത്തിൽ ഈഴവരൊക്കെ തെരുവിലിറങ്ങുന്നത്. ഈ എന്താണ് വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ പേരെന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ അറിയണം ചരിത്രം എന്താണെന്ന് എന്നൊക്കെ പറയുന്ന വേറൊരു സാധനം ഉണ്ട്, ഈ ദളവാക്കുളം. അതുപോലെ തന്നെ ഈ ആചാരങ്ങളെ ലംഘിച്ചാണ് നമ്മുടെ സമൂഹം ഇതുവരെ മുന്നിലെത്തിയത്. ഒരു താളത്തിലൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. ആചാരങ്ങളെ ലംഘിച്ചാണ് നമ്മുടെ സമൂഹം ഇവിടെ എത്തിയത്. എന്താ ഉദാഹരണം ശ്രീനാരായണ ഗുരു കളവങ്ങോട്ട് കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് തന്ത്രത്തിൽ എവിടെയാണ് നിയമം? കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് തന്ത്രത്തിൽ നിയമമില്ല. അപ്പൊ ശ്രീനാരായണ ഗുരു തന്ത്രത്തെ ലംഘിച്ചിട്ടാണ് കളവങ്ങോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. വേറൊരു ഉദാഹരണം, ക്ഷേത്രപ്രവേശന വിളംബരം. കേരള സമൂഹത്തിൽ അതുവരെ അവർണരായി അസ്പൃശ്യരായി മാറ്റി നിർത്തിയിരുന്ന ജനങ്ങൾ ഇവിടത്തെ സവർണ ധിക്കാരത്തിനെതിരെ, ദുഷ്പ്രഭുത്വത്തിനെതിരെ, മാടമ്പിത്വത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വിപ്ലവകരമായി ഇവരെ എല്ലാം ചെറുത്തു തോൽപ്പിച്ച് നേടിയെടുത്തൊരു അവകാശമാണ് എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഇത്തരത്തിൽ നിങ്ങൾ ഏത് കഥകൾ പരിശോധിച്ചാലും ഈ കഥകളെ മുഴുവൻ വിസ്തരിച്ച് ഇതിൽ ഓരോന്നിന്റെയും നുണ എന്താണെന്ന് പറയാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കൊരു കേസ് സ്റ്റഡി പോലെ 2 or 3 സംഭവങ്ങളെ മാത്രം ഒന്ന് പരിശോധിച്ചു നോക്കാം. നമുക്ക് നങ്ങേലി മുല മുറിച്ച സംഭവത്തിൽ നിന്ന് തുടങ്ങാം. നങ്ങേലിയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? കേൾക്കാത്തവരുണ്ടോ നങ്ങേലിയുടെ കഥ? നങ്ങേലിയുടെ കഥ കേൾക്കാത്തവരുണ്ട്, കുറച്ചൊരു ആശ്വാസമുണ്ട്. കേൾക്കാത്ത 1-2 പേരെങ്കിലും ഉണ്ടല്ലോ. അത്രയും പ്രചാരം കിട്ടിയിരിക്കണു ഇതിന്. ഇല്ലാത്ത കഥ. ഞാൻ ഉറപ്പ് പറയാം, 5 കൊല്ലം മുൻപ് ഇതേ പ്രായത്തിലുള്ള ആളുകളുടെ സദസ്സിൽ ചോദിച്ചിരുന്നെങ്കിൽ നങ്ങേലിയുടെ കഥ കേട്ടിട്ടുള്ള ഒരാൾ പോലും അവിടെ ഉണ്ടാവുമായിരുന്നില്ല. നേരെ തിരിച്ച് ഇന്ന് ഈ സദസ്സിൽ ഞാൻ നങ്ങേലിയുടെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 2 പേരൊഴികെ ബാക്കി മുഴുവൻ പേരും നങ്ങേലിയുടെ കഥ കേട്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലൊരു നുണയ്ക്ക് പ്രചാരം കിട്ടുന്നു നോക്കൂ. സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് നുണകൾ എത്ര നങ്ങേലിയുടെ കഥ ഞാൻ പറയാം കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. 1803 നങ്ങേലി എന്ന് പറയുന്ന ഒരു ഈഴവ സ്ത്രീ മുലക്കരം പിരിക്കാൻ വന്ന പ്രവൃത്തിയാർക്ക്, അന്ന് മുലക്കരം എന്ന് പറയുന്ന ഒരു കരം ഉണ്ടായിരുന്നത്രേ. ഇത്രയാണ് കേട്ടോ, മുലക്കരം എന്ന് പറയുന്ന ഒരു കരം ഉണ്ടായിരുന്നത്രേ. ആ കരം പിരിക്കാൻ വന്നിട്ടുള്ള പ്രവൃത്തിയാർക്ക് ഈ കരം കൊടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് തന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി, അതായത് സ്ത്രീകളുടെ മുലയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന കരമാണ് മുലക്കരം, മുല മറയ്ക്കാൻ അവരാ കരം കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് അതിനുവേണ്ടി പറയുന്നൊരു ന്യായം. ആ കരം പിരിക്കാൻ വന്ന പ്രവൃത്തിയാർക്ക് ഇങ്ങനെ ഒരു കരം കൊടുക്കേണ്ടി വരുന്നത് അപമാനമാണ്, അത് സ്ത്രീത്വത്തെ അവഹേളിക്കലാണ്, അങ്ങനെ ഒരു കരം കൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ആ കരം കൊടുക്കാൻ കാരണമായിട്ടുള്ള അവയവം എന്താണോ ആ അവയവം മുറിച്ചു നൽകി എന്നാണ് കഥ. ചില കഥകളിൽ 1 എണ്ണമാണ് മുറിച്ചു നൽകിയതുണ്ട്, ചിലണത്തിൽ 2 ആണ് മുറിച്ചു നൽകിയത് എന്നും പറയുന്നുണ്ട്. ഇതാണ് കഥ. 1803 ഇങ്ങനെ സംഭവിച്ചു. നങ്ങേലി മരിച്ചു, രക്തസ്രാവം മൂലം മരണപ്പെട്ടു. നങ്ങേലിയുടെ ഭർത്താവായിരുന്നു ചീരുവണ്ടൻ എന്ന് പറയുന്ന ആള്. ചീരുവണ്ടൻ ദുഃഖം താങ്ങാൻ കഴിയാതെ നങ്ങേലിയുടെ ചിതയിൽ ചാടി മരിച്ചു എന്നാണ് കഥയുടെ തുടർച്ച. നങ്ങേലിക്കും ചീരുകണ്ഠനും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ നങ്ങേലിയുടെ ഈ ഒരു വലിയ പ്രതിഷേധം, നങ്ങേലിയുടെ ആ രോഷം, നങ്ങേലി ഉയർത്തിവിട്ട വലിയ ചോദ്യം, അത് സമൂഹത്തെ കിടുകിടാ വിറപ്പിച്ചു. അവസാനം അധികാരി വർഗത്തിന് അതിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ കേരളത്തിൽ നിലനിന്നിരുന്ന മുലക്കരം എന്ന് പറയുന്ന കരം നിർത്തലാക്കി. അത്തരത്തിൽ ധീരോദാത്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലൂടെ ഭരണാധികാരികളെ വിറപ്പിച്ച നങ്ങേലിമാരുടെ നാടാണ് കേരളം. ആ കേരളത്തിലാണ് ഇപ്പൊ സ്ത്രീകൾ ചില ദുരാചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നാമജപമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന എന്തൊരു ലജ്ജാകരമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെയാണ് പറയുക. എന്താ വസ്തുത ഒന്ന് പരിശോധിച്ചു വെക്കാം. യഥാർത്ഥത്തിൽ മുലക്കരം എന്ന് പറയുന്നത് മുലയ്ക്ക് കൊടുത്തിരുന്ന കരമല്ല. കേരളത്തിൽ 2 തരം കരങ്ങളാണ് ഇൻകം ടാക്സ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വരുമാന നികുതി എന്ന് പറയുമല്ലോ. 2 തരത്തിലുള്ള കരങ്ങൾ ഉണ്ടായിരുന്നു, തലക്കരവും മുലക്കരവും. ആണുങ്ങൾ കൊടുക്കേണ്ട വരുമാന നികുതിക്ക് തലക്കരമെന്നും സ്ത്രീകൾ കൊടുക്കേണ്ട വരുമാന നികുതിക്ക് മുലക്കരം എന്നുമാണ് പറഞ്ഞിരുന്നത്. മുലക്കരം എന്നത് മുല മറയ്ക്കാനുള്ള കരമായിരുന്നില്ല.
അത് വരുമാനഗതിയായിരുന്നു. LK അനന്തകൃഷ്ണ അയ്യരുടെ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ട്രാവൻകൂർ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു അനന്തകൃഷ്ണ അയ്യർ. അദ്ദേഹത്തിന്റെ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തായിരുന്നു മുലക്കരം, അത് എത്രയായിരുന്നു, അന്നത്തെ കാലത്തെ രണ്ടാണയോ രണ്ട് കാശോ എന്തോ ആണ് അതായത് മുലക്കരം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മുലക്കരം എന്ന് പറയുന്ന കഥയുമായി നടക്കുന്ന ഇപ്പൊ ഇതിന്റെ പ്രവാചകരായി നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരോട് ചോദിക്കുക, 2000 മുൻപ്, ഇംഗ്ലീഷ് വർഷം 2000 മുൻപ് ഇങ്ങനെയൊരു കഥ, നങ്ങേലി മുലമുറിച്ച് നൽകി എന്ന് പറയുന്നൊരു കഥ എവിടെയെങ്കിലും അച്ചടിച്ച് വന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുക. ഇവിടെ വലിയ ചരിത്ര പണ്ഡിതന്മാരും വലിയ ഇടത് ബുദ്ധിജീവികളും ഒക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഒന്ന് കാണിക്കട്ടെ. 2000 മുൻപ് ഈ ഒരു സ്ഥലത്തും, ഞാൻ പറയും ഇവിടെ കുറച്ചുകൂടി പ്രായമുള്ള ആളോട് ചോദിച്ചോളൂ, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള നങ്ങേലി എന്ന് പറഞ്ഞാൽ ഭൂതപ്പാട്ടിലെ നങ്ങേലി ആയിരിക്കും. അതിന് മുൻപ് ഒരു നങ്ങേലിയെ 2000 മുൻപ് കേട്ടിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം ഈ കഥ ഉണ്ടാക്കിയത് 2000-ലാണ്. 2000 TS ശിവാനന്ദൻ എന്ന് പറയുന്ന ചരിത്രകാരന്റെ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആദ്യമായി നങ്ങേലി എന്ന കഥ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷിലാണ്. സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന TS ശിവാനന്ദന്റെ പുസ്തകം പുറത്തിറങ്ങുന്നത് 2000-ലാണ്. ആ പുസ്തകത്തെ ആശ്രയിച്ചുകൊണ്ട് പിന്നീട് നടന്നിട്ടുള്ള ചില മലയാള രചനകൾ ഉണ്ടായി. 2012 കൂടിയാണ് നങ്ങേലി എന്ന കഥ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതിന് പ്രചാരം ഉണ്ടാവാൻ തുടങ്ങിയത്. ആ കഥ ഉണ്ടാക്കിയത് ആരാണ്? TS മുരളി എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ട് കേരളത്തിൽ. അദ്ദേഹം ഇപ്പോഴും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുഴുവൻ ബുദ്ധമത ക്ഷേത്രങ്ങളായിരുന്നു എന്ന് തെളിയിക്കാനുള്ള പരിശ്രമങ്ങളുമായി നടക്കുകയാണ് അദ്ദേഹം. ഏതായാലും 2012 TS മുരളി ചേർത്തലയിലുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ഇൻഹൗസ് മാഗസിൻ കാണാൻ എന്തായി, ദൗർഭാഗ്യം ഉണ്ടായി, അല്ലെങ്കിൽ യോഗമുണ്ടായി അദ്ദേഹത്തിന്. ആ ഇൻഹൗസ് മാഗസിനിൽ ചേർത്തലയിൽ പ്രചാരത്തിലുള്ള ഒരു ലോക്കൽ ടെയിൽ എന്നുള്ള രീതിയിൽ, ഒരു നാട്ടുകഥ എന്നുള്ള രീതിയിൽ ഈ നങ്ങേലിയുടെ കഥ വന്നു. ഈ നങ്ങേലിയുടെ കഥ വന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇത്രയും വലിയ ബ്രേക്കിംഗ് ഇന്ത്യ ഇത്രയും വലിയൊരു എന്താ പറയാ, ഒരു ജാതി ഡിവൈഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗതിഗംഭീരമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം ശ്രദ്ധിച്ചില്ല? ഇത് അങ്ങനെ വിട്ടാ പോരാ, ഇത് കുറച്ചും കൂടി ഇതിന് പ്രചാരം കിട്ടണം, ഇതിന് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെ 2012 തൊട്ട് TS മുരളി നങ്ങേലിയുടെ ചരിത്രം സൃഷ്ടിക്കാൻ ആരംഭിച്ചു. അന്വേഷിച്ചു പോകാൻ ചരിത്രമൊന്നുമില്ല. ഈ കഥ ഉണ്ടാക്കിക്കുന്ന രീതി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നങ്ങേലിക്കും ചീരുകണ്ഠനും കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് അനന്തര തലമുറ എന്ന് പറയുന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. നങ്ങേലിയുടെ ചിതയിൽ ചാടി ചീരുകണ്ഠൻ മരിക്കുകയാണ്. അപ്പൊ ഭർത്താവും അവിടെ കഴിഞ്ഞു. ഭാര്യയുടെ ചിതയിൽ ചാടി ഭർത്താവ് മരിക്കുന്ന ഒരു ആചാരം, സതിക്ക് വിപരീതമായിട്ടുള്ള ഒരു ആചാരം ഏതെങ്കിലും കാലഘട്ടത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ എവിടെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ നങ്ങേലിയുടെ കഥ ഒരു എക്സെപ്ഷനാണ്. 1803 അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ശരി, ഇവർക്ക് പിന്നെ എങ്ങനെയാ, വേറൊന്നും നോക്കാനില്ല, അനന്തര തലമുറ ഇല്ല, ഭർത്താവ് തീച്ചാടി മരിച്ചു, നങ്ങേലിക്ക് വേറെ അതൊന്നുമില്ല. പക്ഷെ നങ്ങേലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, നങ്ങേലി ജീവിച്ചിരുന്നു എന്ന് പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ചേർത്തലയ്ക്കടുത്ത് മുലച്ചിപുരം എന്നാണ് അദ്ദേഹം ആ ഗ്രാമത്തിന് പേര് പറയുന്നത്. അതായത് നങ്ങേലി മുലമുറിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ആ നാടിന് തന്നെ അങ്ങനെ ഒരു പേര് വന്നത് എന്ന് TS മുരളി അവകാശപ്പെടുന്നു. പക്ഷെ ചേർത്തലയിലുള്ള അല്ലെങ്കിൽ അതിന് ചുറ്റുഭാഗത്തുള്ള ആളുകളോട് ചോദിച്ചോളൂ, ചേർത്തലയിൽ എവിടെയും മുലച്ചിപുരം എന്ന പേരിലൊരു ഗ്രാമം ഇല്ല, ഇപ്പോഴും ഇല്ല. അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണം, പണ്ട് അങ്ങനെ ആയിരുന്നു പേര്, പക്ഷെ പിന്നീട് ആളുകൾക്ക് ഈ ഒരു പേര് ഉപയോഗിക്കാൻ ലജ്ജയുടെ പ്രശ്നം, നാണത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അവർ ആ പേര് മാറ്റിയതാണ് എന്നാണ് TS മുരളിയുടെ ഒരു അവകാശവാദം. അതിനുശേഷം ഈ നങ്ങേലിയുടെ കഥയുമായി ചേർത്തുകൊണ്ട് അദ്ദേഹം 3 ചിത്രങ്ങൾ വരച്ചു. അമാന ദ ഹിഡൻ പിക്ചേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിൽ ആ 3 ചിത്രങ്ങളും അതിന്റെ നോട്ടുകളും അടക്കം 2015 TS മുരളി പബ്ലിഷ് ചെയ്തു. പിന്നീട് ഈ 3 ചിത്രങ്ങളുടെ അമാന ദ ഹിഡൻ പിക്ചേഴ്സ് ഓഫ് ഹിസ്റ്ററിയുടെ പ്രചാരണത്തിന് വേണ്ടി കേരളത്തിൽ അദ്ദേഹം 15 ചിത്ര പ്രദർശനങ്ങൾ നടത്തി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 15 ചിത്ര പ്രദർശനങ്ങൾ നടത്തി. അതിനുശേഷം 2016 BBC-ക്ക് ഈ നങ്ങേലിയുടെ കഥ പറഞ്ഞുകൊണ്ട് TS മുരളി ഇന്റർവ്യൂ കൊടുത്തു. ആ BBC-യുടെ ഇന്റർവ്യൂ ഇപ്പോഴും അവൈലബിൾ ആണ്. ആ BBC-യുടെ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നങ്ങേലി എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ടെയിലാണ്. ഇറ്റ് ഹാസ് നോ റെഫറൻസ് ഇൻ ഹിസ്റ്ററി.
അതൊരു നാട്ടിൽ പ്രചരിച്ചു വന്നിരുന്ന ഒരു നാട്ടുകഥ മാത്രമാണ്. അതിന് ഹിസ്റ്ററിയിൽ എവിടെയും റെഫറൻസ് ഇല്ല. എന്നാൽ ഈ നങ്ങേലിയുടെ കഥയ്ക്ക് ഒരു ഔദ്യോഗിക ചരിത്രത്തിന്റെ സ്ഥാനവും ശക്തിയും ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നങ്ങേലിയെ ഇവിടുത്തെ സിസ്റ്റത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ, ഇവിടുത്തെ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളെ കൊണ്ട് നങ്ങേലിയെ അനുസ്മരിപ്പിക്കാൻ അല്ലെങ്കിൽ നങ്ങേലിയെ അംഗീകരിപ്പിക്കാൻ, അതുവഴി നങ്ങേലിക്ക് ചരിത്രത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണ് എൻ്റെ ശ്രമം എന്ന് 2016 ഈ സംഭവം കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള TS മുരളി തന്നെ പറയുന്നു. അപ്പൊ അതുവരെ നങ്ങേലി ഔദ്യോഗിക ചരിത്രമല്ല, നങ്ങേലിക്ക് ചരിത്രത്തിൽ എവിടെയും റെഫറൻസും ഇല്ല. സർക്കാരിനെ കൊണ്ട് അംഗീകരിക്കാൻ TS മുരളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 2018 ആകുമ്പോൾ നോക്കിക്കോളൂ, കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ചു പറയുന്നു, നങ്ങേലി മുല മുറിച്ചു കൊടുത്തിട്ടുള്ള നാടാണ് കേരളം. 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രമം ഫലവത്തായി. നങ്ങേലിക്ക് ഔദ്യോഗിക ചരിത്രത്തിൽ സ്ഥാനമായി, നങ്ങേലി ജീവിച്ചിരുന്ന കഥാപാത്രമായി. കുറച്ചും കൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ 2012 TS മുരളി ഈ പറയുന്ന ചിത്രപ്രദർശനവും ഈ നങ്ങേലിയുടെ അന്വേഷണമൊക്കെ തുടങ്ങി നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് തന്നെ അഡ്വക്കേറ്റ് ഡി സുഗതൻ, അമ്പലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MLA ആയിരുന്നു അദ്ദേഹം. 2-3 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡി സുഗതനെ അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ കയറിന്റെയും എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ചേർത്തലയിലുള്ള ഒരു നാട്ടുകഥയാണ്. നാട്ടുകഥ എന്തുകൊണ്ട് ചരിത്രമാക്കി കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പല കഥകൾക്കും ചരിത്രമാവും. ഇപ്പൊ ഞാൻ പൊന്നാനി എന്നാ വരുന്നത്. പൊന്നാനിക്ക് പൊന്നാനി എന്ന് പേര് വന്നതിനൊരു ചരിത്രമുണ്ട്. എന്താന്ന് വെച്ചാൽ, ആഴുവാഞ്ചേരി തമ്പ്രാക്കള് തിരുവിതാംകൂർ മഹാരാജാവിന്റെ മൊറജപം കഴിഞ്ഞ് വരുന്ന വഴിക്ക് പാക്കനാര് വഴിയിൽ തടഞ്ഞു നിർത്തി. പാക്കനാര് പറയ സമുദായത്തിൽപ്പെട്ട ആളാണ്. ആഴുവാഞ്ചേരി തമ്പ്രാക്കള് ബ്രാഹ്മണനാണ്. പാക്കനാര് വഴി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ജീവിച്ചതിന് മാത്രമേ നിങ്ങൾക്കുള്ളൂ, ചത്തത് അടിയനാണ്. അതുകൊണ്ട് സ്വർണത്തിന്റെ ആനേനെയാണ് ദാനായി കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വർണത്തിന്റെ ആനേനെ കൊണ്ടുപോകാനുള്ള അവകാശമില്ല, സ്വർണത്തിന്റെ ആനയ്ക്ക് ജീവനില്ലല്ലോ, ജീവനുള്ളത് മാത്രമേ നിങ്ങൾക്കുള്ളൂ, ചത്തത് അടിയനാണെന്ന് പറഞ്ഞപ്പോ ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ ഈ ആനേനെ നിലത്ത് വെച്ച് നടക്കുക എന്ന് പറഞ്ഞപ്പോ ഈ ആന അങ്ങോട്ട് നടന്നു എന്നാ. ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ സിദ്ധികാരനെ ഈ സ്വർണത്തിന്റെ ആന നടന്നു. അങ്ങനെ പൊന്നിന്റെ ആനയെ നടത്തിച്ചു കൊണ്ടുവന്ന സ്ഥലമാണ് പൊന്നാനി എന്ന കഥ. ഞാൻ പറയാണ്, ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ മഹാസിദ്ധിയും അദ്ദേഹത്തിന്റെ തപശക്തിയൊന്നും കേരള ചരിത്രം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിന് ചരിത്രത്തിൽ വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല. അതുകൊണ്ട് നാളെ തൊട്ടൊരു ഔദ്യോഗിക ചരിത്രത്തിന്റെ എല്ലാ ശക്തിയും പ്രാധാന്യവും ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ ആനയെ നടത്തിച്ച കഥയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്താ അതിന് ചെയ്യാ? വല്ല പരിഹാരം ഉണ്ടോ? അതേപോലത്തെ ഒരു കഥയാണിത്. നിങ്ങൾ ഇനി ഇവിടെ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ നിന്നൊരു അവയവം മുറിച്ചെടുക്കുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ശരീരം അതിനോട് അതിനോട് ശരീരം അതിന്റെ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. ആദ്യത്തെ ചോര വരുന്നത് വരെയുള്ള സമയം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനുശേഷം ആ ആക്ഷൻ ഒരാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അത് അത്രയും പെയിൻ താങ്ങാനുള്ള ശക്തി ഒരാൾക്കില്ല. ഇത് മുറിച്ചതിന് ശേഷം രണ്ടാമത്തത് മുറിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാനേ കഴിയുന്ന കാര്യമില്ല. സ്വന്തം അവയവം, നഖവും മുടി അല്ലാണ്ട് അവനവന്റെ ശരീരത്തിലെ ഒരു അവയവം ഒരാൾക്ക് മുറിക്കാൻ സാധ്യമല്ല. അത് ഹിസ്റ്ററിക്ക് അതിൽ എന്താ പറയാ, മെഡിക്കലി തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്ത ഒരാൾക്ക് അത് എന്താ ഞാൻ പറയാ, ഒരാൾക്ക് മുട്ടോളം വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. കാരണം എത്ര മുങ്ങിയാലും ഇത് ശ്വാസം കിട്ടാണ്ടി ആവുമ്പോൾ ആൾ സ്വന്തം പൊന്തും. ശരീരത്തിന് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അവയവം മുറിച്ചെടുക്കുക എന്നുള്ളത് മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനത്തെ ഒരു കഥ പറയണം. അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് അവിടെ യുക്തിയും തോന്നും പ്രശ്നമല്ല. പോട്ടെ, അതൊരു സിമ്പലായിട്ടൊരു ബിംബം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. ആ ബിംബത്തെ ഔദ്യോഗിക ചരിത്രമാക്കുന്നതിന്റെ അപകടം എത്രയാണ്? ശരി, ഏതായാലും ഈ ഡി സുഗതനുമായിട്ട് അപ്പൊ ഈ ചേർത്തലയിൽ ഇങ്ങനത്തെ ഒരു കഥയൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഇവരുടെ KR ഗൗരിയമ്മയുടെ ആത്മകഥയിൽ ഒരു പരാമർശമുണ്ട്. പണ്ട് കരം കൊടുക്കാൻ വിസമ്മതിച്ച് മുല മുറിച്ച് കടത്തിയിട്ട് ഒരു സ്ത്രീയുടെ കഥ ചേർത്തലയിൽ പറയപ്പെടാറുണ്ട്. അവരുടെ ഒരു വീര്യത്തെ പറ്റി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനങ്ങൾ ഏൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു എന്ന്. പക്ഷെ അപ്പോഴും അതിന് പേരില്ല, നങ്ങേലി എന്നുള്ള പേരില്ല. കാരണം ഈ നങ്ങേലി എന്നുള്ള പേരുണ്ടാവുന്ന 2000-ലാണ്. KR ഗൗരിയമ്മയൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ എന്നേ ഉള്ളൂ. ഏതായാലും ഡി സുഗതനോട് ചോദിക്കുമ്പോൾ ഡി സുഗതൻ പറയുന്നത് മുലച്ചിപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമമൊന്നുമില്ല. നങ്ങേലി മുല മുറിച്ചു എന്ന് പറയുന്ന സ്ഥലത്തിന് മുലച്ചിപ്പറമ്പ് എന്നാണ് പേര് പറയുന്നത്. പക്ഷെ ഈ മുലച്ചിപ്പറമ്പ് എന്നുള്ള പേര് പിന്നീട് ഉപയോഗിക്കാൻ എംബാരസിങ് ആയതുകൊണ്ട് അതിന്റെ ആളുകൾ ആ സ്ഥലത്തിന്റെ പേര് മാറ്റി. ഈ മുലച്ചിപ്പറമ്പ് എന്ന് ഡി സുഗതൻ പറയുന്ന സ്ഥലം ഇപ്പൊ ചേർത്തലയിലെ SNDP യൂണിയൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റുള്ള മനോരമ ജംഗ്ഷനാണ്. മനോരമ കവല എന്നാണ് ആ സ്ഥലത്തിന് പറയാം. അപ്പൊ ഡി സുഗതൻ പറയുമ്പോൾ അത് മുലച്ചിപ്പറമ്പാണ് 2013. നേരെ തിരിച്ച് 2016 നമ്മുടെ ഈ മുരളിയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും മുലച്ചിപ്പറമ്പ് എന്തായി? മുലച്ചിപുരം എന്നൊരു ഗ്രാമമായി.
3 കൊല്ലം കൊണ്ട് ഒരു ഗ്രാമം വികസിച്ച് ഒരു പറമ്പ് വികസിച്ച ഒരു ഗ്രാമമാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു 5 കൊല്ലം കൊണ്ട് ഇതൊരു ജില്ലയാവും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേരിലൊരു സംസ്ഥാനമൊക്കെ ഉണ്ടാവാനും മതി. ഇതെങ്ങനെയാണ് ഈ സാധനം, ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കുക. ഇനി ഇത് ചരിത്രപരമായി പരിശോധിക്കാം, നിലനിൽക്കുന്നതാണോ നോക്കാൻ. ഈ കഥയ്ക്ക് ഈ ഒരു ചരിത്രത്തിൽ ഒരു സാധനത്തെ അംഗീകരിക്കണമെങ്കിൽ, ഹിസ്റ്റോറിയോഗ്രഫിയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുതയെ ചരിത്രമാക്കി അംഗീകരിക്കണമെങ്കിൽ അതിന് പ്രോവിനൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ചരിത്രം പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് പ്രോവിനൻസ്? ഒരു കഥയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കഥ എങ്ങനെ സഞ്ചരിച്ചു, ഇത് ഓരോ കാലഘട്ടത്തിൽ ഇത് എവിടെയായിരുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശുവിന്റെ ശരീരം മൂടിയിരുന്ന ശവക്കച്ച ഉണ്ട് എന്ന് ഒരു അവകാശവാദമുണ്ട്. ചില പള്ളികളിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ അത് ചരിത്രമാക്കി അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിന് പ്രോവിനൻസ് ഇല്ല. 1-ാം നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ട ഒരു സാധനം 20-ാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് 2-ാം നൂറ്റാണ്ടിൽ എവിടെയായിരുന്നു, 3-ാം നൂറ്റാണ്ടിൽ എവിടെയായിരുന്നു, 4-ാം നൂറ്റാണ്ടിൽ എവിടെയായിരുന്നു? ചരിത്രത്തിൽ ഇതിന്റെ കാലടയാളങ്ങൾ എവിടെയാണ്? ഇതിന് എവിടേക്കാണ് ഇതിന്റെ അടയാളങ്ങളുള്ളത്? ഇത് എങ്ങനെ സഞ്ചരിച്ചു, ആരിലൂടെ കൈമറിഞ്ഞ് ഇവിടെ എത്തി എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി തിരുമേനിയുടെ തിരുകേശം തന്റെ കയ്യിലുണ്ടെന്ന് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പറയുമ്പോൾ അതിനെ ചരിത്രമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തത്. കാരണം 8-ാം നൂറ്റാണ്ടിൽ മറഞ്ഞു പോയിട്ടുള്ളൊരു കേശം 20-ാം നൂറ്റാണ്ടിൽ അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ എത്തണമെങ്കിൽ ഇതിന്റെ രേഖ ഉണ്ടാവണം. അതിനാണ് പ്രോവിനൻസ് എന്ന് പറയുക. അതിന്റെ പുറകോട്ട് സഞ്ചരിക്കാനുള്ള ശേഷി, ഇത് ഓരോ കാലഘട്ടത്തിൽ എവിടെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനുള്ള ശേഷിയാണ് പ്രോവിനൻസ് എന്ന് പറയുന്നത്. നങ്ങേലിയുടെ കഥ ഉണ്ടായി എന്ന് പറയുന്നത് 1803-ലാണ്. 2000 വരെ നങ്ങേലിയുടെ കഥ എവിടെയും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? 1803-നും 2000-നും ഇടയ്ക്ക് ഇഷ്ടം പോലെ ചരിത്ര രചനകൾ നടന്നിട്ടുണ്ടല്ലോ. 1896-ൽ എ ശങ്കുണ്ണിമേനോൻ ചരിത്രം എഴുതിയിട്ടുണ്ട്. 1976-ൽ എ ശ്രീധരമേനോൻ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് MGS നാരായണൻ ചരിത്രം എഴുതിയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് ചരിത്രം എഴുതിയിട്ടുണ്ട്. ധാരാളം പേര് ചരിത്രം എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലോ ഈ ചരിത്രത്തിലോ ഒന്നും നങ്ങേലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇല്ല. അങ്ങനെ ഒരു നങ്ങേലിയെ 2000-ൽ പെട്ടെന്ന് TS ശിവാനന്ദൻ സൃഷ്ടിക്കുകയാണ്. 2012-ഓടുകൂടി TK മുരളി ഇതിനെ വികസിപ്പിക്കുകയാണ്. അതിനുശേഷം നങ്ങേലിയിൽ ഔദ്യോഗിക ചരിത്ര വനിതയായി, എന്താ പറയാ, പിന്നീട് ഇവിടെയുള്ള ആചാരങ്ങളെ മുഴുവൻ തിരുത്താനുള്ള ന്യായീകരണമായി, അതിനൊക്കെ എന്താ പറയാ, അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ബിംബമായി മാറുകയാണ്. എന്താണ് ഇതിനെന്താ പറയുക? ഇങ്ങനെയാണ് ഇവിടെ ചരിത്രം ഉണ്ടാവുന്നത്. നോക്കൂ, നങ്ങേലി എന്നുള്ള കഥയ്ക്ക് ഹിസ്റ്റോറിക്കലി യാതൊരു എവിഡൻസും ഇല്ല. സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ള സംഭവം നുണയാണ്. അത് നുണയാണെന്ന് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ അഡ്വൈസർ ആയിട്ടുള്ള അവര് തന്നെ മാഗസിനിൽ എഴുതി സമ്മതിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നങ്ങേലി എന്നുള്ള കഥ മുന്നേ കേട്ടിട്ടില്ലാത്തവർ ആശ്വസിക്കുക, ആ നുണ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ സത്യവും കേൾക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കുക. നങ്ങേലി എന്നൊരു ഒരാൾ ഉണ്ടായിട്ടില്ല. അത് ഇവിടെ എന്താ പറയുക, ഇവിടെ അതിന് വേറൊരു തമാശ കൂടി ഞാൻ പറയാം. നങ്ങേലിയുടെ ഈ ധീരോദാത്തമായിട്ടുള്ള സഹനത്തിന്റെയും ത്യാഗത്തിന്റെയൊക്കെ ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന മുലക്കര ഇല്ലാണ്ടിയാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. നങ്ങേലി മുല കുറച്ച് കൊടുത്തു എന്ന് പറയുന്നത് 1803-ലാണ്. മുലക്കര അടക്കമുള്ള 120ഓളം നികുതികൾ കേരളത്തിൽ ഇല്ലാണ്ടിയാക്കിയത് 1865-ല് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. അപ്പൊ 62 കൊല്ലം എടുത്തു അതിന്റെ ഞെട്ടലും ഭീതിയും രോഷവും ഒക്കെ ഇങ്ങോട്ടെത്താൻ. 1803-ലാണല്ലോ നങ്ങേലി മുല മുറിച്ചു എന്ന് പറയുന്നത്. 1865-ലാണ് ആയില്യം തിരുനാളിന്റെ കാലത്താണ് മുലക്കരവും തലക്കരവും അടക്കമുള്ള 120ഓളം നികുതികൾ കേരളത്തിൽ ഇല്ലാണ്ടിയാക്കിയത്. പിന്നൊരു കാര്യം, ഈ മുലക്കര എന്ന് പറഞ്ഞാൽ മുലയ്ക്ക് കൊടുത്തിരുന്ന കരമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കോമൺ സെൻസ് കൊണ്ട്, സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കുക. അന്നത്തെ കാലത്ത് മുലയുള്ള സ്ത്രീകളൊക്കെ മുല മറയ്ക്കാൻ വേണ്ടി മുലക്കരം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ കരം കൊടുത്തിരുന്ന ആളുകൾക്കൊക്കെ അത് മറക്കാനും സാധിച്ചിട്ടുണ്ടാവണ്ടേ? അങ്ങനെയാണെങ്കിൽ കരം കൊടുത്താൽ മറയ്ക്കാൻ പറ്റണമല്ലോ. അന്ന് ആരാ മറച്ചിട്ടുള്ളത്? അന്നത്തെ കാലത്ത് മുല മറയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം, മുല മറയ്ക്ക അല്ലെങ്കിൽ മുലക്കരത്തിനെതിരെ കേരളത്തിൽ ഒരു സമരം ഉണ്ടായിട്ടില്ല ചരിത്രം പരിശോധിച്ചാൽ. കാരണം അതൊരു ചൂഷണമായിരുന്നില്ല, അതൊരു അവകാശ ലംഘനമായിരുന്നില്ല, അത് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നില്ല. ചാന്നാർ ലഹള ഉണ്ടായിട്ടുണ്ട്. 1813-നും 1859-നും ഇടയ്ക്ക് കേരളത്തിൽ ചാന്നാർ ലഹള ഉണ്ടായിട്ടുണ്ട്. ചാന്നാർ ലഹള ഉണ്ടായിട്ടുള്ളത് മുലക്കരത്തിനെതിരെയല്ല, മുല മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. എന്താണ് അതിന്റെ പശ്ചാത്തലം? ചാന്നാർ വിഭാഗത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയിട്ടുള്ള വനിതകൾക്ക് മുല മറയ്ക്കാനുള്ള അധികാരം, അതായത് മേൽവസ്ത്രം ധരിക്കാൻ, റൗക്ക ധരിക്കാനുള്ള അധികാരം അന്നത്തെ ബ്രിട്ടീഷ് അധികാരികൾ നൽകിയപ്പോ മതം മാറാത്ത ഹിന്ദു വിഭാഗക്കാരായിട്ടുള്ള ചാന്നാർ വനിതകൾ ഇതേ അവകാശം തങ്ങൾക്കും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ് ചാന്നാർ ലഹള. അല്ലാതെ അതിന് മുലക്കരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ചാന്നാർ ലഹളയെ തുടർന്നിട്ടാണ്
പിന്നീട് 1860 എല്ലാവർക്കും മുലമറയ്ക്കാനുള്ള അധികാരം ഉണ്ടാവുന്നത്. ഇതിന് മുലക്കരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നങ്ങേലി എന്ന് പറയുന്നത് 100% കെട്ടുകഥയാണ്. പക്ഷെ ആ കെട്ടുകഥ ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് നോക്കൂ. കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പത്രസമ്മേളനം വിളിച്ചിട്ടാണ് പറഞ്ഞത് നങ്ങേലി മുല മുറിച്ചു കൊടുത്തിട്ടുള്ള നാടാണ് കേരളം. കേരളത്തിന് വേറെ എന്തൊക്കെ വിശേഷമുണ്ട്? കേരളത്തിനെ പറ്റി അങ്ങനെ അഭിമാനം കൊള്ളാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞിട്ട് വേണ്ടല്ലോ കേരളത്തിന് അഭിമാനം കൊള്ളാൻ. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കഥയാണ് 1806 നടന്നു എന്ന് പറയുന്ന ധളവാക്കുളം കൂട്ടക്കൊല. കേട്ടിട്ടുണ്ടോ? ധളവാക്കുളം കൂട്ടക്കൊല കേട്ടിട്ടുള്ള ആരൊക്കെയുള്ളത് ഇവിടെ? കുറച്ചും കൂടി സമാധാനം. അപ്പൊ ധളവാക്കുളം ഒന്നും അത്രയും കൂടെ എത്തിയിട്ടില്ല അല്ലെ? ധളവാക്കുളം സംഭവം എന്താന്ന് വെച്ചാൽ 1806 ഈഴവ വിഭാഗക്കാരായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിച്ച വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശനം നടത്താൻ വൈക്കം ക്ഷേത്രത്തിലാണ്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ശ്രമിച്ചിട്ടുള്ള 20ഓളം ഈഴവ യുവാക്കളെ വേലുത്തമ്പി ധളവയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട്ടാളം, വേലുത്തമ്പി നേരിട്ട് പങ്കെടുത്തു എന്നല്ല, വേലുത്തമ്പിയുടെ കൽപ്പന പ്രകാരം കുതിരപ്പട്ടാളം വന്ന് കൊന്നൊടുക്കി കുളത്തിൽ ഇവരുടെ ശവം കുഴിച്ചു മൂടി എന്നാണ് കഥ. അതുകൊണ്ട് എന്താണ്, അത്രയും ക്രൂരമായിട്ടാണ് ഇവിടുത്തെ സവർണ ബ്രാഹ്മണ്യ വ്യവസ്ഥ ഈഴവരടക്കമുള്ള വിഭാഗങ്ങളോട് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും വേണ്ടി ഈഴവരായിട്ടുള്ള ആളുകളൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം, പണ്ട് ഇവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈഴവരൊന്നും ഒരു കാലത്തും ബാക്കിയുള്ള അതിന് നായന്മാര് നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള വിഭാഗക്കാരോടൊന്നും ഒരു കാലത്ത് ഈഴവർ പൊറുക്കരുത്. ഈ പകയൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് നിങ്ങൾ നിരന്തരമായിട്ട് സ്പർദ്ധയും വൈരാഗ്യവും വിരോധവും വെച്ചുകൊണ്ട് തന്നെ ഇരുന്നോളണം. ഒരു കാലത്ത് നിങ്ങൾ ഒന്നിക്കരുത്. അതാണ് ഇതിന്റെ തീം, അതാണ് ഇതിന്റെ കഥയുടെ ഉദ്ദേശം. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം, 1806 തിരുവിതാംകൂറിന് കുതിരപ്പട ഉണ്ടായിരുന്നില്ല. കുതിരപ്പട്ടാളം വന്ന് കൊന്നു എന്ന് പറയുമ്പോൾ 1806 തിരുവിതാംകൂറിന് കുതിരപ്പട്ടാളം ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂറിന് ഏതെങ്കിലും കാലത്ത് കുതിരപ്പട്ടാളം ഉണ്ടായിരുന്നു? ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. 1820 തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് എന്നുള്ള പേരിൽ പിരിച്ചുവിടപ്പെട്ട നായർ സൈന്യത്തെ വീണ്ടും തിരുവിതാംകൂർ സംയോജിപ്പിച്ച് ഒരു സൈന്യം ഉണ്ടാക്കുന്നു. 1806 1805 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന് ബ്രിട്ടീഷ് അധികാരികളുമായിട്ടൊരു കരാറാണ് ഉണ്ടായിരുന്നത്. എന്ത്? ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാവുന്ന സമയത്ത് തിരുവിതാംകൂറിന് വേണ്ട സൈനിക സഹായം ബ്രിട്ടീഷുകാർ പ്രൊവൈഡ് ചെയ്യണമെന്ന്. അല്ലാണ്ട് സ്വന്തമായിട്ട് സൈന്യം മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഒരു കാര്യം പരിശോധിച്ചാൽ മതി. ഈ ധളവാക്കുളം എന്ന് ഇവര് പറയുന്ന സ്ഥലം ഇപ്പത്തെ വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലമാണ്. ഒരു 20 കൊല്ലം മുൻപാണ് അവിടുത്തെ ആ പഴയ കുളമൊക്കെ ഇതാക്കിയിട്ട് അവിടെ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്. ഒരു കാര്യം നോക്കിയാൽ മതി, അവിടുത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ആ കുളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യാവശിഷ്ടം, എല്ലോ പല്ലോ തലയോട്ടിയോ മുടിയോ അങ്ങനത്തെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. അപ്പോ ആ ഒരു വാദം എത്രത്തോളം ശരിയാണെന്നുള്ളത് പോട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ തിരുവിതാംകൂറിൽ 1804 വേലുത്തമ്പി ദളവയ്ക്കെതിരെ, ചെമ്പകരാമൻ വേലായുധൻ എന്ന് പറയുന്ന വേലുത്തമ്പി ദളവയ്ക്കെതിരെ തിരുവിതാംകൂറിലെ നായർ പടയാളികളുടെ നേതൃത്വത്തിൽ കലാപം ഉണ്ടായി. ശരിയായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ എന്താന്ന് വെച്ചാൽ, വേലുത്തമ്പി ദളവയായതിനു ശേഷം അന്നത്തെ നായർ സൈനികരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം വലിയ രീതിയിൽ വെട്ടിച്ചുരുക്കി. അതിനെതിരെ 1804 വേലുത്തമ്പി ദളവയ്ക്കെതിരെ നായർ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കലാപം ഉണ്ടായി. 10,000-ഓളം നായർ പടയാളികൾ വേലുത്തമ്പിയെ പിരിച്ചുവിടണമെന്നും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. തനിക്കെതിരെ ഇത്രയും വലിയൊരു സൈനിക നീക്കം ഇവിടെ ഉണ്ടാവുന്നത് കണ്ടപ്പോ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കി തിരുവിതാംകൂറിലേക്ക് പട നയിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരുമായിട്ടുള്ള തന്റെ ലോഗ്യവും ബന്ധവും പറഞ്ഞ് മഹാരാജാവിനെ സ്വാധീനിക്കുകയും തന്റെ പക്ഷത്ത് നിർത്തുകയും തനിക്കെതിരെ സൈനിക നീക്കം നടത്തിയിട്ടുള്ള നായർ പടയാളികൾക്കെതിരെ ശക്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നായർ പട്ടാളം എന്ന് പറയുന്ന തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് തന്നെ 1804 പിരിച്ചുവിട്ടു. ഈ അതിൽ പറയുന്ന ചില സൈനികരെയൊക്കെ 2 കാലിലും കയറ് കെട്ടി ആനയെ കൊണ്ട് 2 ഭാഗത്തേക്കും വലിച്ചു കൊന്നു കളഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. അത്രയും ക്രൂരമായിട്ട് ആ സൈനിക നീക്കത്തെ വേലുത്തമ്പി അടിച്ചമർത്തി 1804. അതിനുശേഷം തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് എന്ന് പറയുന്ന സൈന്യം തന്നെ വേലുത്തമ്പി പിരിച്ചുവിട്ടു. 1806 പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ വേലുത്തമ്പി ബ്രിട്ടീഷുകാരുമായി തെറ്റി.
ബ്രിട്ടീഷുകാരുമായി തെറ്റിയതിനു ശേഷം വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ സൈനിക നീക്കം നടത്താൻ തുടങ്ങി. അന്നത്തെ ബ്രിട്ടീഷ് റീജന്റിനെ വേലുത്തമ്പി ദളവ കൊല്ലം യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. ബ്രിട്ടീഷുകാർ വേലുത്തമ്പിക്കെതിരെ തിരിയുന്നു. തിരുവിതാംകൂർ മഹാരാജാവിന് വേലുത്തമ്പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടും സൈനികരെല്ലാം വേലുത്തമ്പിക്ക് ആയിരുന്നതുകൊണ്ടും സൈന്യത്തെ പിരിച്ചുവിടപ്പെട്ടതുകൊണ്ടും മഹാരാജാവിന് വേലുത്തമ്പി ദളവയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് അധികാരികളും തമ്മിൽ നേരിട്ടിട്ട് എന്താ പറയുക ചർച്ചകളും സൈനിക നടപടികളും ഒക്കെ തീരുമാനിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ തന്റെ നില അപകടകരമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിനെതിരെ റിബൽ ആയിക്കൊണ്ട് തിരുവിതാംകൂറിനെതിരെ കലാപം നടത്തുകയും 1807 കൊല്ലം 1809 കൊല്ലം യുദ്ധത്തില് ബ്രിട്ടീഷ് റീജന്റിനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം 1809 സ്വയം ആത്മഹത്യയും ചെയ്തു. വേലുത്തമ്പി ദളവ മരിച്ചതിന് ശേഷം 1818 1820 ഇടയ്ക്കാണ് തിരുവിതാംകൂർ നായർ സൈന്യം വീണ്ടും കൂട്ടിയോജിപ്പിക്കപ്പെടുന്നത്, നായർ സൈന്യം വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോ ഈ പറയുന്ന ധളവാക്കുളം സംഭവം നടക്കുന്ന 1806 തിരുവിതാംകൂറിന് നായർപ്പടയില്ല, കുതിരപ്പടയില്ല, വേലുത്തമ്പി ദളവയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നായർ പട്ടാളം ഇല്ല, വേലുത്തമ്പി ദളവയ്ക്ക് തിരുവിതാംകൂറിന് മേലെ ഏതെങ്കിലും രീതിയിലുള്ള അധികാരമോ സ്ഥാനമോ ഇല്ല. അപ്പോഴാണ് ഇല്ലാത്തൊരു കുതിരപ്പട്ടാളം വന്നിട്ട് ആരെ കൊന്നു എന്ന് പറയുന്നത്, ക്ഷേത്രപ്രവേശനം നടത്താൻ ശ്രമിച്ചിട്ടുള്ള ഈ പറയുന്ന ആളുകളെ 20ഓളം ഈഴവരെ കൊന്നു എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പരിശോധിച്ചാൽ ഈ ദളവാക്കുളം എന്നുള്ള പേര് വേലുത്തമ്പി ദളവ സൈനികരെ വിട്ടിട്ട് ആളുകളെ കൊന്ന് കുളത്തിൽ മുക്കിയതുകൊണ്ടുണ്ടായ പേരൊന്നുമല്ല. 1737 1756 ഇടയിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യ ദളവ ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുളമായതുകൊണ്ടാണ് ആ കുളത്തിനെ ദളവാക്കുളം എന്ന് വിളിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ആളുകളെ കൊല്ലുകയോ രക്തം വീഴുകയോ ചെയ്തിരുന്ന കുളങ്ങൾക്ക് പറയുന്ന പേര് ഉദിരക്കുളമെന്നോ രുതിരക്കുളമെന്നോ ആയിരുന്നു. ആളുകളുടെ പേരിൽ കുളത്തിന് പേരിടുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. കുളത്തിന് ആളുകളുടെ പേരിൽ പേരിടണമെങ്കിൽ ആ കുളം നിർമ്മിച്ചത് ഇന്ന ആളായിരിക്കണം. അപ്പോ രാമയ്യ ദളവ 1750 കൂടി ഉണ്ടാക്കിയിട്ടുള്ള കുളമാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ എന്താണ് ഇവിടെ ബോധപൂർവം കെട്ടിച്ചമക്കുകയാണ്. നോക്കിക്കോളൂ, ഈ നേരത്തെ പറഞ്ഞ പ്രോവിഡൻസിന്റെ വിഷയം ഇവിടെയും പരിശോധിക്കാം. 1806 ആണല്ലോ ഈ ദളവാക്കുളം സംഭവം ഉണ്ടായി പറയുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ ഈ സംഭവം പറയുന്നുണ്ടോ? ഇല്ല. ഈ ദളവാക്കുളം സംഭവം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട പുസ്തകം ഏതാണെന്നറിയോ? 1981. 1806 കഴിഞ്ഞു, 100 അല്ല 170 കൊല്ലം കഴിഞ്ഞു. 1981 ദളിത് ബന്ധു NK ജോസ്, നിങ്ങളെ കേട്ടിട്ടുണ്ടോ? ദളിത് ബന്ധു NK ജോസ് എഴുതിയിട്ടുള്ള വേലുത്തമ്പി എന്ന് പറയുന്ന ഹോബി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കഥ വരുന്നത്. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഇതിനും ഒരു 3 കൊല്ലം മുമ്പ് 1981 NK ജോസിന്റെ പുസ്തകം വരുന്നത്. 3 കൊല്ലം മുമ്പ് 1978 P പരമേശ്വരപിള്ള വേലുത്തമ്പി എന്നുള്ള പേരിൽ തന്നെ വേലുത്തമ്പിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. 1978 എന്തായാലും വേലുത്തമ്പിയുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഇല്ല, ദളവാക്കുളം എന്ന് പറയും. മാത്രമല്ല വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലാണ് ആളുകളെ അയച്ച് കൊന്നതെന്നൊക്കെയാ പറയുന്നത്. വൈക്കം പത്മനാഭപിള്ള എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? 1790 ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിലേക്ക് പട നയിച്ചപ്പോ തിരുവിതാംകൂറിലെ അമൂല്യമായിട്ടുള്ള സ്വർണങ്ങളും രത്നങ്ങളും അടക്കമുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി നിക്ഷേപം കൊള്ളയടിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിലേക്ക് പട നയിച്ചപ്പോ തളിക്കോട്ട യുദ്ധത്തിൽ കിടങ്ങുകൾ ഉണ്ടാക്കി 25ഓളം സൈനികരുടെ നേതൃത്വത്തിൽ ടിപ്പു സുൽത്താനെ തടഞ്ഞു നിർത്തി വെട്ടി കുതിരപ്പുറത്ത് വീഴ്ത്തി ടിപ്പു സുൽത്താന്റെ മോതിരവും തലപ്പാവും തിരുവിതാംകൂർ മഹാരാജാവിന് കൊണ്ട് സമ്മാനമായി കൊടുത്തിട്ടുള്ള ധീരദേശാഭിമാനിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈക്കം പത്മനാഭപിള്ളയുടെ പേരിലാണ് ഇങ്ങനെ ഒരു ആരോപണം വെക്കുന്നത്. വൈക്കം പത്മനാഭപിള്ളയെ പറ്റി പറയുന്ന ഒരു ചരിത്രത്തിലും ഇങ്ങനെ ഒരു പരാമർശമില്ല. ഈ പാർട്ടിയുടെ വലിയ പരമോന്നത നേതാവായിട്ടുള്ള P കൃഷ്ണപിള്ള ഈ വൈക്കം പത്മനാഭപിള്ളയുടെ അതേ തലമുറയിൽ പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വൈക്കം പത്മനാഭപിള്ളയെ പറ്റി ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഈഴവർക്കെതിരെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുള്ള ആളാണെന്ന റെഫറൻസ് P കൃഷ്ണപിള്ള പോലും എവിടെയും നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1981 ആരിങ്ങനെ ഒരു കഥയുമായിട്ട് വരുന്നത്? NK ജോസ് ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. ഈ ദളിത് ബന്ധു എന്നൊക്കെ ഇദ്ദേഹം സ്വയം സ്വീകരിച്ച പേരാട്ടോ. അതൊന്നും കേട്ടിട്ട് ഇദ്ദേഹം ദളിതരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുവായിരുന്നു എന്ന് വിചാരിക്കേണ്ട. 2000 കൂടി ഇദ്ദേഹം ചില ദളിത് സംഘടനകൾ ഇവർക്ക് ചാർത്തി കൊടുത്തൊരു പേരാണ്. ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 1950 മുതൽ 1983 വരെ കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന, സുവിശേഷ പ്രവർത്തകനായിരുന്ന, മിഷണറി ആയിരുന്ന NK ജോസ് 2000 സ്വയം സ്വീകരിച്ച പേരാണ് ദളിത് ബന്ധു NK ജോസ്. 1983 അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് വേലുത്തമ്പി. ആ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ദളവാക്കുളം എന്ന് പറയുന്ന സംഭവം. ദളവാക്കുളം സംഭവമല്ല, ഇനി മാറ്റി മാറ്റി പറയാം, ദളവാക്കുളം നുണ.
നങ്ങേലി നുണ എന്നൊക്കെ പറയുന്ന പോലെ ധളവാക്കുളം നുണ 1981 ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് അപ്പോഴും അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല കേട്ടോ. കാരണം അന്നൊക്കെ വേലുത്തമ്പിയെ പറ്റിയിട്ടുള്ള ധാരാളം കഥകളും റെഫറൻസുകളും ലഭ്യമാണ്. ഞാൻ പറഞ്ഞില്ല 3 കൊല്ലം മുമ്പേ 1978 തന്നെ പി പരമേശ്വരപിള്ളയുടെ ആധികാരികമായിട്ടുള്ള, അത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, NBT പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പി പരമേശ്വരപിള്ളയുടെ വേലുത്തമ്പി. അതിലൊന്നുമില്ല. പക്ഷെ ഈ 1981 NK ജോസ് ഇങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കി, വേണ്ടത്ര വിജയിച്ചില്ല. 2003 ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പുറത്തിറങ്ങി. 2003 ആയപ്പോഴേക്കും കുറച്ചുകൂടി ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്ന് ഇവർക്കൊക്കെ ഒരു ബോധ്യം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇറക്കി വിജയിക്കാത്ത നമ്പറുകളെല്ലാം 2000 കൂടി വീണ്ടും ഇറങ്ങിയിരുന്നു. എന്തായാലും 2003 ഈ ഹോബി ബുക്സ് തന്നെ വിറ്റഴിക്കപ്പെടാത്ത ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പുറത്തിറക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ അജയ് ശേഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ദളിത് ബന്ധു NK ജോസ് ഉണ്ടാക്കിയിട്ടുള്ള ഈ കഥ കേരളത്തിൽ മുഴുവൻ നിരന്തരമായി മലയാളം മാസിക, പച്ചക്കുതിര മാസിക തുടങ്ങിയിട്ടുള്ള മാസികകളിൽ നിരന്തരം, അല്ല കരയായിട്ടുള്ള പച്ചക്കുതിര എന്നൊരു മാസികയുണ്ട് കേരളത്തില്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ പോലെയുള്ള തീവ്ര ഇടതു സ്വഭാവമുള്ള മാസികകളിലൊക്കെ ഇതിനെപ്പറ്റി നിരന്തരമായി എഴുതി ഇപ്പൊ അവസാനം എന്തായി? ഇപ്പോ വേലുത്തമ്പി ധളവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ കലിതുള്ളൂ. ഈഴവരെ കൂട്ടക്കൊല ചെയ്ത ആ ദുഷ്ടൻ മറ്റേ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വേലുത്തമ്പി ധളവയുടെ ഒരു പ്രതിമയുണ്ട്. 2 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരു പ്രകടനം നടന്നു, വേലുത്തമ്പി ധളവയുടെ പ്രതിമ അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നുണ്ട്. എന്താ കാരണം? ധളവാക്കുളം സംഭവം എന്താ? ഇതാണ് സംഭവം. 1981 ദളിത് ബന്ധു NK ജോസ് സൃഷ്ടിച്ച, യാതൊരു ഹിസ്റ്റോറിക്കൽ പ്രൊവിനൻസും ഇല്ലാത്ത, 1976 പ്രൊഫസർ A ശ്രീധരമേനോൻ വരെ ചരിത്രം എഴുതിയപ്പോൾ വരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത, 1978 വേലുത്തമ്പിയെ പറ്റി നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പോലും ഇല്ലാത്തൊരു കഥ 81 ഉണ്ടാക്കി, 2003 പുനഃപ്രസിദ്ധീകരിച്ച് 2013 മുതൽ 2015 വരെ നിരന്തരമായി ആവർത്തിച്ച് ഒരു നുണ 100 വട്ടം പറഞ്ഞതിനെ സത്യമാക്കുന്ന ഗീബൽസിയൻ വിദ്യയിലൂടെ സമൂഹ മനസ്സിൽ സ്ഥാപിച്ചെടുത്ത ഒരു നുണ. ആ നുണയാണ് ധളവാക്കുളം നുണ എന്നുള്ള പേരിൽ നമ്മളിപ്പോ മനസ്സിലാക്കിയത്. പക്ഷെ ഇതിൽ ഔദ്യോഗിക വിഷയമായി. ഇപ്പൊ നവോത്ഥാനത്തിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നങ്ങേലിയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. ചേർത്തലയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മനോരമ കവല എന്ന് പറയുന്ന ഇവരുടെ പഴയ മുലച്ചി എന്തൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലത്ത് മനോരമ കവല എന്നുള്ള നിലവിൽ പേര്, അതിന് നങ്ങേലി സ്ക്വയർ പേര് മാറ്റാൻ പോവാണ്. ചേർത്തല നഗരസഭ യോഗം കൂടി ഔദ്യോഗികമായിട്ട് തീരുമാനമെടുത്തു നങ്ങേലി സ്ക്വയർ എന്ന് പേര് കൊടുക്കാൻ. വേലുത്തമ്പി ധളവയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള വേലുത്തമ്പിയുടെ പ്രതിമ എടുത്തു മാറ്റണമെന്നുണ്ട് ആളുകൾ പ്രതിഷേധം നടത്തുന്നു. എങ്ങനെയാണ് നുണകൾ സൃഷ്ടിക്കപ്പെടുന്നത്? ചരിത്ര അപനിർമ്മിതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ചരിത്ര നിർമ്മിതിയല്ല, ചരിത്ര അപനിർമ്മിതിയാണ്. ബോധപൂർവമായി നുണകൾ സൃഷ്ടിക്കുകയും അത് സമൂഹ മനസ്സിൽ സ്ഥാപിക്കുകയും. ഇതെന്താണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മാനിന്റെ ചരിത്രം എഴുതാൻ സിംഹത്തിനെ ഏൽപ്പിച്ചാൽ എന്താണ് സ്ഥിതി? വേട്ടയാടപ്പെട്ട ഒരു ജനതയുടെ ചരിത്രം വേട്ടക്കാരനെ കൊണ്ട് എഴുതിച്ചാൽ, മാനിന്റെ ചരിത്രം സിംഹം എഴുതുമ്പോ മാൻ പണ്ട് തൊട്ടേ സിംഹത്തിന് ഇരയാകുന്ന ജീവിയാണ്. ഇരയാവുക എന്നുള്ളതാണ് മാനിന്റെ പരമോന്നതമായിട്ടുള്ള ധർമ്മം. സിംഹത്തിന് ഇരയായിട്ടില്ലെങ്കിൽ മാനിന് മോക്ഷം അസാധ്യമാണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും അതിന്റെ ചരിത്രം വരിക. ഇവിടെ നോക്കൂ, ഈ സമാജത്തെ, ഈ സംസ്കാരത്തെ തകർക്കണമെന്ന്, ഇതിനെ ഇല്ലാതാക്കണമെന്ന്, ഇതിൽ സംശയം ജനിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ എഴുതി തന്ന ചരിത്രവുമായിട്ടാണ് നമ്മൾ സ്വയം പഠിക്കുന്നത്, നമ്മൾ സ്വയം പരിശോധിക്കുന്നത്. നമ്മുടെ ഔദ്യോഗിക ചരിത്രമൊക്കെ ആര് നിർമ്മിച്ചതാണ്? ഇതിനിടയിൽ ഇവര് വിട്ടുപോയിട്ടുള്ള ചില വിടവുകൾ, അവർ കാണാതെ പോയിട്ടുള്ള ചില പഴുതുകൾ, ഇത് കണ്ടെടുത്തുകൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ ചരിത്രത്തെ പുനർനിർമ്മിച്ച് നോക്കുമ്പോഴാണ് അതൊരു വലിയ പ്രതിരോധ പ്രവർത്തനമാണ്. അത്തരത്തിൽ നോക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഇത്രയെങ്കിലുമൊക്കെ സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാരെ, നമ്മുടെ നമ്മുടെ ഗ്രന്ഥങ്ങളെ, നമ്മുടെ പുസ്തകങ്ങളെ, നമ്മുടെ ആചാര്യന്മാരെയൊക്കെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് വരികളും വാചകങ്ങളും അടർത്തിയെടുത്ത് നമുക്കെതിരെ ഉപയോഗിക്കുകയാണ്. വല്ലാത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമാജം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പരിഷ്കരണവാദിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ നാസ്തികനായിരുന്നോ? വേദനിഷേധിയായിരുന്നോ? സ്മൃതി നിഷേധിയായിരുന്നോ? ശ്രുതി നിഷേധിയായിരുന്നോ? ഹിന്ദു സമാജത്തിനെ എതിർത്തിട്ടുള്ള ആളായിരുന്നോ? വിപ്ലവകാരിയായിരുന്നോ? ശ്രീധരൻ എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ ഈ പറയുന്ന പുതിയ വലിയ വിപ്ലവകാരികളൊക്കെ നവോത്ഥാനത്തിന്റെ എല്ലാ പിന്തുടർച്ചാവകാശവും ഏറ്റെടുത്ത് വരുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ എവിടെയാണ് ഇവർക്ക് ഏതെങ്കിലും പങ്കുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചാന്നാർ ലഹള 1813 1859 ഇടയ്ക്ക്, അല്ലെങ്കിൽ
വില്ലുവണ്ടി സമരം 1893, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്ര പ്രവേശന വിളംബരം 1936. പ്രധാന നവോത്ഥാന ഒക്കെ ആയില്ലേ. കണ്ണൂരിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടായത് 1939. അതിൽ നിന്ന് പിന്നീട് പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടായത് 1964. ഈ കേരളത്തിലുള്ള എല്ലാ നവോത്ഥാനവും കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കേരള സമൂഹമൊക്കെ മുന്നോട്ട് പോയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ആളുകളാ പറയുന്നത് ഈ നവോത്ഥാനം മുഴുവൻ ഉണ്ടാക്കിയത് ഞങ്ങളാ, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചരിത്രപരമായിട്ടുള്ള ബാധ്യത ഞങ്ങളുടെയാണ്. ഇവരൊന്നും ആ ഭാഗത്ത് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. അതേതായാലും ഇത്തരത്തിൽ ഈ നമ്മുടെ ആചാര്യന്മാരെ നമ്മുടെ പണ്ഡിതരെയൊക്കെ തന്നെ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സംഭവം പറയുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടുത്തെ തന്ത്രത്തെ നിഷേധിച്ചിട്ടുള്ള ആളാണ്. ഉദാഹരണം കളവങ്കോട്ടെ കണ്ണാടി പ്രതിഷ്ഠ. എന്താ കളവങ്കോട്ടെ കണ്ണാടി പ്രതിഷ്ഠ? ശ്രീനാരായണ ഗുരുദേവൻ ഒരു കണ്ണാടി എടുത്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് പറഞ്ഞു അവനവനെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ആചരിക്കേണ്ടത്. മനുഷ്യൻ അവനവൻ തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരൻ. ഇതൊരു തന്ത്രത്തിലും പറഞ്ഞിട്ടില്ല. തന്ത്രത്തിൽ അതിനൊന്നുള്ള നിയമമില്ല. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ആരെ നിഷേധിച്ചു? തന്ത്രത്തെ നിഷേധിച്ചു. അതുകൊണ്ട് എന്താ പറയാ, അത്തരത്തിൽ നിഷേധിക്കാവുന്നതേ ഉള്ളൂ തന്ത്രമൊക്കെ. ഇപ്പൊ ശബരിമലയിലെ ആചാരം പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് താന്ത്രികമായിട്ടുള്ള സങ്കല്പമാണ്. ഇപ്പോൾ എല്ലാവരും പറയും ഈ ഇവരുടെ സാധാരണ ചോദ്യം, ഇവർക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ അടിസ്ഥാനം മനസ്സിലായിട്ടില്ല. പ്രശ്നം എന്താ വെച്ചാൽ ദൈവത്തിന് എന്താ ലിംഗഭേദം? ദൈവത്തിന് ആണും പെണ്ണും ഒക്കെ ഉണ്ടോ? ദൈവത്തിന് എന്താ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെയാണ് ചോദിക്കുക. പക്ഷെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവമല്ല, ക്ഷേത്രത്തിലുള്ളത് മൂർത്തിയാണ്, ഡയറ്റിയാണ്, ഗോഡല്ല. ദൈവം ദേവൻ രണ്ട് സങ്കല്പമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതി ഹിന്ദു ധർമ്മത്തിലില്ല. കാരണം ദൈവത്തിന് ഒരു സഗുണമായിട്ടുള്ള ഒരു ആരാധനാ പദ്ധതി ഇല്ല. എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുക? അതിന് ആരാധന ആവശ്യമുണ്ടോ? പക്ഷെ ക്ഷേത്രത്തിലുള്ളത് മൂർത്തിയാണ്. ഈ ദൈവം എന്നുള്ള സങ്കല്പത്തെ അല്ലെങ്കിൽ സർവചരാചരങ്ങളിൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന ആ ഈശ്വര ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് വ്യക്തിഭാവം പകർന്നതാണ് മൂർത്തി. ദൈവത്തിന് ഞാൻ നിലനിൽക്കുന്നു, സ്വാനുഭാവം, അഹംബോധം, വ്യക്തിഭാവം ഇതൊന്നുമില്ല. എന്നാൽ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ഇതെല്ലാം ഉണ്ട്. ആചാര്യൻ, പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആചാര്യൻ തന്റെ സങ്കല്പഭാവം കൊണ്ടൊരു വിഗ്രഹത്തിലേക്ക് പ്രാണപ്രതിഷ്ഠ നടത്തി അതിലേക്ക് ജീവൻ പകർന്നതിന് ശേഷം ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള സ്വാനുഭാവവും വ്യക്തിബോധവും നൽകുന്നതാണ് ക്ഷേത്രത്തിലെ മൂർത്തി. ആ മൂർത്തിക്ക് എന്താ പറയാ അഹംബോധമുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, പ്രീതി കോപങ്ങളുണ്ട്, അനുഗ്രഹ നിഗ്രഹ ശേഷിയുണ്ട്. ദൈവത്തിന് ഇത് വല്ലതും ഉണ്ടോ? സർവ്വചരാചരങ്ങളിൽ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങൾ രാവിലെ കുളിപ്പിച്ചിട്ട് വേണോ? 7 സാഗരങ്ങളിൽ സൃഷ്ടിച്ച ആളല്ലേ. പക്ഷെ ക്ഷേത്രത്തിലെ മൂർത്തിയെ നിങ്ങൾ രാവിലെ കുളിപ്പിക്കണം, അഭിഷേകം ചെയ്യണം. സർവ്വചരാചരങ്ങളിൽ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവത്തിന് നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് വേണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ആഹാരം തരുന്ന പ്രപഞ്ച ശക്തി അത് തന്നെയല്ലേ. പക്ഷെ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് നിങ്ങൾ 3 നേരം നേദ്യം കൊടുക്കണം, അല്ലെങ്കിൽ വിശക്കും. വിശന്ന് കഴിഞ്ഞാൽ കോപം ഉണ്ടാവും. എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങൾ വസ്ത്രം ധരിപ്പിക്കണോ? നിങ്ങൾ അലങ്കാരം ചെയ്യണോ? ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ഇതൊക്കെ വേണം. ക്ഷേത്രത്തിലുള്ള ദൈവമല്ല, മൂർത്തിയാണ്. ഗോഡ് ആൻഡ് ഡയറ്റി ആർ ഡിഫറെന്റ്. ക്ഷേത്രത്തിൽ ഡയറ്റിയാണുള്ളത്, ക്ഷേത്രമൂർത്തിയാണ്. വ്യക്തിഭാവമുള്ള, സ്വയംബോധമുള്ള, ഇഷ്ടാനിഷ്ടങ്ങളുള്ള ഒരാളാണ്. ഒരു വ്യക്തിയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉണ്ട്. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. ഇഷ്ടമുണ്ടായാൽ അനുഗ്രഹിക്കുകയും അനിഷ്ടമുണ്ടായാൽ കോപിക്കുകയും ചെയ്യും. നിഗ്രഹകലയും അനുഗ്രഹകലയും ഉണ്ട്. അവിടെ നിയമങ്ങളുണ്ട്, അവിടെ ചട്ടങ്ങളുണ്ട്. ദൈവത്തിന് ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിച്ചോളൂ, ക്ഷേത്രത്തിൽ പോണ്ട. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ക്ഷേത്രത്തിലെ മൂർത്തിയാണ്. മാത്രമല്ല അതൊരു പൊതുസ്ഥലമല്ല, അത് ഹൗസ് ഓഫ് ദ ഡൈറ്റിയാണ്. ബാക്കിയുള്ള മതങ്ങളിലുള്ള ആരാധനാ കേന്ദ്രങ്ങളും ഹിന്ദുമതത്തിലെ ആരാധനാ കേന്ദ്രമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ മൂർത്തിയുടെ വാസസ്ഥലമാണ് ക്ഷേത്രം എന്നാണ് സങ്കല്പം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും, ഇപ്പൊ പള്ളി അല്ലെങ്കിൽ മോസ്ക് അല്ലെങ്കിൽ ചർച്ച് എടുത്താൽ അവിടെയൊന്നും ദൈവം ആ സ്ഥലത്ത് വസിക്കുന്നു എന്നുള്ള സങ്കല്പം ഇല്ല. പള്ളിയിൽ അള്ളാഹു വസിക്കുന്നില്ല, അല്ലെങ്കിൽ ചർച്ചിൽ യഹോവ വസിക്കുന്നില്ല. അത് വസിക്കുന്നത്, ആ ദൈവങ്ങളൊക്കെ വസിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗസ്ഥനായിട്ടുള്ള ദൈവത്തിനെ ആരാധിക്കാൻ ആളുകൾ ഒത്തുകൂടുന്ന ഒരു കോമൺ പ്ലേസ് ഓഫ് വർഷിപ്പ് മാത്രമാണ് അവിടെ മോസ്ക് അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്നത്. ഹിന്ദുധർമ്മത്തിൽ അങ്ങനെയല്ല. പ്രപഞ്ചനാഥനെ ആരാധിക്കാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്ന കോമൺ വർഷിപ്പ് പ്ലേസ് അല്ല, ഹൗസ് ഓഫ് ദ ഡൈറ്റിയാണ്, മൂർത്തിയുടെ വാസസ്ഥലമാണ്. അവിടെ നമ്മൾ ചെന്ന് മൂർത്തിയെ കാണുകയാണ്. അവിടെ നിയമങ്ങളുണ്ട്, അവിടെ മൂർത്തിയുടെ സൗകര്യമാണ് ഏറ്റവും പ്രധാനം. ആ സൗകര്യത്തിനനുസരിച്ചിട്ട് അതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഈ സങ്കല്പം മനസ്സിലാക്കാതെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ ചോദ്യത്തിൽ നിന്നാണ് വരുന്നത് എന്ത്? തന്ത്രത്തെ നിഷേധിച്ചില്ലേ, കണ്ണാടി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ തന്ത്രം പോയില്ലേ എന്ന്. എന്താ സത്യം?
ശ്രീധരണ ഗുരുദേവൻ തന്ത്രത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണോ കളവങ്കോട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? ശ്രീധരണ ഗുരുദേവൻ കേരളത്തിലെ 34 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാണ്. 34 ക്ഷേത്രങ്ങളിൽ ഇത് 24 എണ്ണവും ദേവി ക്ഷേത്രങ്ങളാണ്, 4 എണ്ണം സുബ്രഹ്മണ്യനാണ്, 6 സ്ഥലത്ത് ശിവപ്രതിഷ്ഠകളാണുള്ളത്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള തന്ത്രത്തിന്റെ ഉപാധികൾ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കളവങ്കോട്ടെ കണ്ണാടി പ്രതിഷ്ഠയും യഥാർത്ഥത്തിൽ ആഗമശാസ്ത്ര പ്രകാരം നടത്തിയിട്ടുള്ള പ്രണവ പ്രതിഷ്ഠയാണ്. കളവങ്കോട്ട് നടത്തിയിട്ടുള്ളത് പ്രണവ പ്രതിഷ്ഠയാണ്. അവിടെ കണ്ണാടിയല്ല അവിടുത്തെ പ്രതിഷ്ഠ. ആ കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് എഴുതിയിട്ട് ഓം ആണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ ഓം എന്ന് എഴുതിയിട്ടുള്ളത് നിൽക്കുന്ന പീഠമാണ് കണ്ണാടി. അല്ലാതെ കണ്ണാടിയല്ല കളവങ്കോട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കളവങ്കോട്ടെ എന്താ പറയാ പ്രണവ പ്രതിഷ്ഠയുടെ പീഠം മാത്രമാണ്, ലേഖ്യബിംബത്തിന്റെ പീഠം മാത്രമാണ് എന്ത് കളവങ്കോട്ടെ കണ്ണാടി. എന്താണ് അതിന്റെ പശ്ചാത്തലം? ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി അപ്പൊ നമ്മൾ ഈ പറയും എന്താ പറയാ സവർണരുടെ എതിർപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ അവിടെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി വിളിച്ചത് അവിടുത്തെ ഏറ്റവും വലിയ തറവാട്ടുകാരായിട്ടുള്ള പണിക്ക വീട്ടിൽ പത്മനാഭ പണിക്കർ എന്ന് പറയുന്ന ആളാണ്. പണിക്ക വീട്ടിൽ പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരുദേവനെ അവിടുത്തെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് വന്നു. അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവിടുത്തെ ദൈവമില്ലാ പ്രസ്ഥാനക്കാർ ആരാണ്? മറ്റേ സവർണ മാടമ്പി മറ്റേ ആൾക്കാരൊന്നുമല്ല, ദൈവമില്ലാ പ്രസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ, KC കുട്ടൻ വൈദ്യർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ചില ആളുകൾ വന്ന് ഇവിടെ പ്രതിഷ്ഠ ആവശ്യമില്ല, ഇവിടെ ക്ഷേത്രം ആവശ്യമില്ല, ഇവിടെ പ്രതിഷ്ഠ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഈ പണിക്കർ വീട്ടിൽ പത്മനാഭ പണിക്കരും KC കുട്ടൻ വൈദ്യരും തമ്മിൽ ഗംഭീരമായിട്ടുള്ള തർക്കം ഉണ്ടായി. അവസാനം അതിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ അർദ്ധനാരീശ്വരൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, ഞാനിവിടെ ഒരു കണ്ണാടി വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. കണ്ണാടി വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. എറണാകുളത്ത് നിന്ന് കണ്ണാടി കൊണ്ടുവരാൻ പറഞ്ഞു. എറണാകുളത്ത് നിന്ന് കണ്ണാടി കൊണ്ടുവന്നിട്ട് ആ കണ്ണാടിയിൽ നിന്ന് ഓം ശാന്തി അത് ഇത് ചുരണ്ടി കളഞ്ഞിട്ട്, ആ രസം ചുരണ്ടി കളഞ്ഞിട്ട് ഓം ശാന്തി എന്ന് എഴുതാൻ പറഞ്ഞു. ഈ ശിഷ്യനായിട്ടുള്ള ഒരാളത് എഴുതിയപ്പോ ഒരു അക്ഷരപ്പശക് പറ്റിയിട്ട് ഓം ശാന്തി എന്ന് എഴുതിയത് ഓം ശാന്തി എന്നാണ് ആയത്. അവിടെ കളവങ്കോട് പോയിട്ടുള്ള ആളുകൾക്ക് കണ്ടറിയാം. അവിടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കണ്ണാടിയിൽ മുഖം കാണാനൊന്നും പറ്റില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പറയാ. നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണും കൂടില്ല. വളരെ താഴ്ന്നിരുന്ന് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ റിഫ്ലക്ഷൻ കാണാൻ സാധിച്ചേക്കും. അത്രേ പറ്റുള്ളൂ. അല്ലാണ്ട് കണ്ണാടിയൊന്നുമല്ല അവിടെ പ്രതിഷ്ഠ. ഇവർ പറയുന്ന പോലെ എല്ലാവരും അവനവനെ കണ്ട് തൊഴുവൊന്നുമല്ല. അതിനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ, ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവിടെയുള്ള രീതി എന്താന്ന് വെച്ചാൽ അവിടെ പ്രണവമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഓം ശാന്തി എന്ന് എഴുതി ഓം ശാന്തി എന്നായിപ്പോയി. അതായപ്പോ ഇങ്ങനെ അക്ഷരത്തെറ്റ് പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു സാരമില്ല, അതിനും അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അർത്ഥമുണ്ടെന്ന് പറഞ്ഞ ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ഒറ്റയ്ക്കല്ല പോയത്, ബോധാനന്ദ സ്വാമികളടക്കമുള്ള ശിഷ്യന്മാരും കൂടെ പോയിട്ടുണ്ട്. 4 പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അർദ്ധനാരീശ്വരനെ മാത്രമല്ല, അവിടെ ഗണപതി, സുബ്രഹ്മണ്യൻ, ശിവൻ എന്നിങ്ങനെയുള്ള മറ്റുള്ള എന്താ പറയാ ഉപമൂർത്തികളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഈ പീഠത്തില് ഈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ അതേ സമയത്ത് അതേ മുഹൂർത്തത്തിൽ തൊട്ടടുത്ത് തന്നെ ഇടത്തോട്ട് കുറച്ച് മാറി മുന്നിലായിട്ട് ബോധാനന്ദ സ്വാമികൾ അർദ്ധനാരീശ്വരന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതൊരു കോംപ്രമൈസ് ഫോർമുല പോലെ, അല്ലെങ്കിൽ ഒരു ആളുകളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള. ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അതേ സമയത്ത് ഉദ്ദേശിച്ചിരുന്ന അർദ്ധനാരീശ്വരന്റെ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിട്ടുള്ള ബോധാനന്ദ സ്വാമികൾ അവിടെ നടത്തി. അതേപോലെ തന്നെ മറ്റു ഉപമൂർത്തികളെ എല്ലാവരെയും പ്രതിഷ്ഠിച്ചു. അതിനുശേഷം അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള മറ്റൊരു സന്യാസി ശ്രീനാരായണ ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട്, എന്ത് ഒരേ പീഠത്തിൽ 2 പ്രതിഷ്ഠ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കളവങ്കോട്ട് നടത്തിയിട്ടുള്ളത് കണ്ണാടി പ്രതിഷ്ഠ തെറ്റാവില്ലേ? കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ബോധാനന്ദ സ്വാമികള് അർദ്ധനാരീശ്വരനെ സ്ഥാപിച്ചതും ഈ വിഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരേ പീഠത്തിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ഉത്തരം എന്താണ്? അർദ്ധനാരീശ്വരനെ മാത്രമേ പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. കളവങ്കോട്ട പ്രതിഷ്ഠയുടെ പീഠം കണ്ണാടിയാണ്. ഈ പീഠത്തിലല്ല നിൽക്കുന്നത്. ആ ലേഖ്യബിംബത്തിന്റെ പ്രതിഷ്ഠ നിൽക്കുന്ന എന്താ പറയാ പീഠം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. അതുകൊണ്ട് ഒരേ പീഠത്തിൽ 2 പ്രതിഷ്ഠയില്ല. ഈ ശ്രീനാരായണ ഗുരുദേവൻ തന്ത്രത്തെ നിഷേധിച്ചു എന്നാ പറയുന്നത്. തന്ത്രശാസ്ത്ര പ്രകാരം ഇത് ശരിയാണ്, ഒരേ പീഠത്തിൽ 2 പ്രതിഷ്ഠയില്ല എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ 34 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇദ്ദേഹം ഇവിടെ നിൽക്കുന്ന സമ്പ്രദായങ്ങളെ മുഴുവൻ നിഷേധിച്ചു, ഈ സമ്പ്രദായങ്ങളെ മുഴുവൻ എന്താ പറയുക യാതൊരു അർത്ഥവും ഇല്ലാത്തതാന്ന് പറഞ്ഞു എന്ന്. ഈ ആളുകൾ ശ്രീനാരായണ ഗുരുദേവനെ വായിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ശ്രീനാരായണ ഗുരുദേവന്റെ ഗ്രന്ഥങ്ങളിലൂടെ അല്ലാതെ സുനിൽ പേളയിടത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാവുന്ന അപകടമാണ്. ആർത്തവാശുദ്ധിക്കെതിരെയൊക്കെ ശ്രീനാരായണ ഗുരുദേവനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇവർ ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികളിൽ
ഈ സപ്തശുദ്ധികൾ പറയുന്ന കൂട്ടത്തിൽ ഋതുശുദ്ധിയെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭ്യമാവുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഋതുശുദ്ധിയെ പറ്റി പറയുന്ന ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. അല്ലെങ്കിൽ ശിവശതകം, അല്ലെങ്കിൽ മനനാതീതം എന്ന് പറയുന്ന കൃതികളിലേക്ക്, അതായത് ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു സന്യാസി എപ്രകാരമാണ് ഇത്തരം ലൗകിക തൃഷ്ണകളും അത് ഈ സന്യാസിയുടെ മോക്ഷമാർഗത്തിലേക്കുള്ള സഞ്ചാരത്തെ ഉലയ്ക്കാൻ സാധ്യതയുള്ള മറ്റുള്ള ഇത്തരം കാമനകളും എത്രമേൽ ഭൂതത്തെ ആട്ടുന്ന പോലെ, പിശാചിനെ ആട്ടുന്ന പോലെ, പേയിനെ ആട്ടുന്ന പോലെ ശ്രീനാരായണ ഗുരുദേവൻ നിന്ദിച്ച് പറഞ്ഞയക്കുന്നത് കാണാം. ഒരു സന്യാസിയുടെ എല്ലാ രോഷവും വിക്ഷോഭവും ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് വായിച്ചാൽ വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് തോന്നുന്ന പല പ്രയോഗങ്ങളും ശ്രീനാരായണ ഗുരുദേവന്റെ മനനാതീതത്തിലും ശിവശതകത്തിലും ഉണ്ട്. ഒരു സ്ഥലത്ത് സ്ത്രീകളെ കുലട എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കാമദേവനെ ഭർത്സിക്കുന്നത് മദനപ്പുലയൻ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇന്നത്തെ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലത്തും ഒരു സന്ദർഭത്തിലും ഇവിടെ നിൽക്കുന്ന ഈ സംവിധാനത്തെ വിമർശിച്ചിട്ടില്ല. നേരെ തിരിച്ച് അതിലുണ്ടായിട്ടുള്ള ചെളികളെ, അതിലുണ്ടായിരുന്ന കറകളെ ഇല്ലാതെയാക്കി ഈ സമാജത്തെ, ഈ ധർമ്മത്തെ കൂടുതൽ സുന്ദരവും ശോഭനവുമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾ വരുന്ന എവിടെന്നാ നോക്കൂ. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ വലിയ നവോത്ഥാനം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതൊരു ആത്മീയ വിപ്ലവമാണ്. ആരാണ് അതിന്റെ തുടക്കക്കാരൻ? ആദ്യമായി തുടങ്ങുന്ന അയ്യാവൈകുണ്ഠസ്വാമികളിൽ നിന്നാണ്. അയ്യാവൈകുണ്ഠസ്വാമികളിൽ നിന്നാണ് അത് തുടങ്ങുന്നതെങ്കിൽ അയ്യാവൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാട്ടയ്യാവ്. തൈക്കാട്ടയ്യാവിന് 3 ശിഷ്യന്മാരാണ്. ആരൊക്കെയാണ് 3 ശിഷ്യന്മാര്? ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി തിരുവടികൾ. 3 പേരും തൈക്കാട്ടയ്യാവിന്റെ ശിഷ്യന്മാരാണ്. ഒരേ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള, ഒരേ വിദ്യകൾ സ്വായത്തമാക്കിയിട്ടുള്ള, ഒരേ ഗുരുനാഥനാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഇവരെല്ലാം. അയ്യൻകാളി അടക്കം, മഹാത്മാ അയ്യങ്കാളി അടക്കം 1893 വില്ലുവണ്ടി സമരം നടത്തിയത് മുതൽ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് വരെ എടുത്തിട്ടുള്ള ഈ മഹാത്മാ അയ്യൻകാളിയും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളൊക്കെ ഒരേ ആധ്യാത്മിക പാഠശാലയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നവരാണ്. ഇവിടെ എല്ലാ കാലത്തും അത്തരം ആളുകൾക്ക് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവരെ ഒന്നും സമൂഹം ആട്ടിതാക്കുക, അല്ലെങ്കിൽ അവരെ എല്ലാം എതിർക്കുക, അവരെ എല്ലാം നിന്ദിക്കുക അല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് പോലെ ഇവിടെ നിന്നിരുന്ന ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും നിഷേധിച്ചിട്ടല്ല ഈ സമാജം ഇവിടെ വരെത്തിയത്. ഒരുപക്ഷെ തെറ്റായിട്ടുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് ഈ സമാജം ഇവിടെ വരെ എത്തിയെന്ന് പറഞ്ഞാൽ ശരിയാ. ഒരു കാലത്ത് ബ്രിട്ടീഷുകാര് മറ്റേ കടലിൽ നിന്ന് ഉപ്പ് കുറുക്കരുത് എന്ന് പറയുമ്പോൾ അത് നിയമമായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതനുസരിക്കുക എന്നുള്ളത് പരമോന്നതമായിട്ടുള്ള ദൗത്യമായിരുന്നു. പക്ഷെ ഈ സമൂഹം അതൊരു തെറ്റായിട്ടുള്ള നിയമമാണ്, അത് നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നിയമമാണ്, അതൊരു അനീതി ഉണ്ടാക്കുന്ന നിയമമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിയമങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് ഒരു പക്ഷേ ഈ സമാജം ഇവിടെ എത്തിയത്. അൺജസ്റ്റ് ലോ ഇസ് നോ ലോ അറ്റാണെന്നൊരു പ്രയോഗം തന്നെയുണ്ട്. തെറ്റായിട്ടുള്ള, അനീതികരമായിട്ടുള്ളൊരു നിയമം, നീതിയുക്തമല്ലാത്തൊരു നിയമം നിയമമേ അല്ല തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ തെറ്റായിട്ടുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സമാജം എടുത്തിയത്. ആചാരങ്ങളെ വെല്ലുവിളിച്ചിട്ടല്ല, ശരിയായിട്ടുള്ള ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ടും തെറ്റായ ആചാരങ്ങളെ, ദുരാചാരങ്ങളെ പടിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടും അതിനെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ മാറ്റങ്ങളെല്ലാം ഈ സമാജത്തിനുള്ളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതല്ലാതെ പുറമെ നിന്ന് ഒരു ദേവദൂതനും ഒരു മാലാഖയും ഇവിടേക്ക് ഒരു പരിഷ്കരണവും കൊണ്ടുവന്നിട്ടില്ല. ഈ സമാജത്തിനുള്ളിലെ, ഈ ആധ്യാത്മിക പദ്ധതിക്കുള്ളിലെ, ഈ മതത്തിനുള്ളിലെ ആചാര്യന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും സന്യാസി സ്ഥാപനങ്ങളും മഠങ്ങളും എല്ലാവരും കൊണ്ടുവന്ന് ഒരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പൊ അമ്മ എത്രയോ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയും തന്ത്രത്തിന് വിരുദ്ധമായിട്ടല്ല ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവർ പറയുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. അമൃതാനന്ദമയി ദേവി നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകളെല്ലാം തന്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകളായിരുന്നു. അമ്മ നടത്തിയിട്ടുള്ള ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ ഏത് സമാജത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, ഏത് സമാജത്തിന് ഐക്യവും ഉന്നതിയും അഭിവൃദ്ധിയും ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണോ നമ്മൾ അത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്, അതേ ആളുകളെ തന്നെ ഈ സമാജത്തിനെതിരെ ഉപയോഗിക്കുന്ന ദുർബുദ്ധി എത്രയാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഉപയോഗിക്കുന്നത് ഇതേ രീതിയിലാണ്. ഇതേ രീതിയിൽ ഇത്തരത്തിൽ നമുക്കെതിരെയും നാളെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ സമയമല്ലാതെ എടുക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകും, അതാ കുഴപ്പം. അപ്പോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ മാറ്റങ്ങളെല്ലാം ഇവിടെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ തന്നെ ആചാര്യന്മാരും നമ്മുടെ തന്നെ ഗുരുനാഥന്മാരും കൊണ്ടുവന്നിട്ടുള്ളതാണ്. അല്ലാതെ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒരു മാറ്റവും ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല.
പുറമേ നിന്നിട്ടല്ല ഈ മാറ്റം ഉണ്ടായത്. ഈ മാറ്റങ്ങളെല്ലാം ആത്മീയമാണ്, ആന്തരികമാണ്, ആഭ്യന്തരമാണ്. നമുക്കൊരു പോരായ്മ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ സ്വയം അതിനെ പരിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കാര്യം പറയാറുണ്ട്. ഈ ശബരിമലയിൽ യുവതീ പ്രവേശനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തത്തുല്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കാലത്ത് ദളിതരെ, അവർണ വിഭാഗത്തിൽ പെട്ടിരുന്ന ആളുകളെ ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. ആ ആചാരത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സമാജം ഇവിടെ വരെ എത്തിയില്ലേ? അതേപോലെ നാളെ യുവതീ പ്രവേശനത്തിന് അനുവദിക്കണം, അതും നാളെ വലിയ സ്വീകാര്യത കിട്ടും. അതേപോലെ അങ്ങനെയൊക്കെ ആചാരങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. എന്താ ഇതിലെ വസ്തുത? ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാവുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം ഒന്നാമത് കോടതി വിധി ആയിട്ടൊരു സമാജം ആഗ്രഹിക്കാത്തൊരു മാറ്റത്തെ സമാജത്തിന് മുകളിൽ അടിച്ചേൽപ്പിച്ചതല്ല. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ സ്വയമേവ ഉണ്ടായി വന്നതാണ്. ക്ഷേത്രപ്രവേശന വിളംബരം വായിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാദം നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ചിത്ര തിരുനാൾ ബാലരാമ നടത്തിയിട്ടുള്ള പ്രൊക്ലമേഷനിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പറയുന്ന ഒരു വാചകം നിങ്ങൾക്ക് കാണാം. എന്റെ ഹിന്ദു പ്രജകളിൽ ആർക്കും അവരുടെ ജനനമോ ജാതിയോ കാരണം ഈ ഹിന്ദു ധർമ്മത്തിന്റെ സമാശ്വാസമോ ശാന്തിയോ നഷ്ടപ്പെടാനിടയാവരുത് എന്ന ആശങ്കയാലും ഉത്കണ്ഠയാലും നോം പ്രഖ്യാപിക്കുകയും ഉത്തരവിടുകയും ചെയ്യുന്നത് എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആർക്കും അവരുടെ ജനനം കൊണ്ടോ ജാതി കൊണ്ടോ അവരുടെ സമുദായം കൊണ്ടോ ഈ ധർമ്മത്തിന്റെ സമാശ്വാസമോ ശാന്തിയോ കിട്ടാതെ പോകുമോ എന്ന ആശങ്ക എനിക്കുള്ളത് കൊണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഈ ഇത്തരത്തിലൊരു ക്ഷേത്രപ്രവേശന വിളംബരം ഞാൻ പറയുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അവർണ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ഈ ധർമ്മത്തിന്റെ ശാന്തിയും സാന്ത്വനവും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അവർ മറ്റ് ധർമ്മങ്ങളിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത നിലനിന്നിരുന്നു. അത്ര ശക്തമായ മിഷണറി പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് ഇവിടുത്തെ വസ്തുത? ഒരാള് ഒരു ദളിതനോ അവർണനോ ആയി നിൽക്കുമ്പോൾ അയാൾക്ക് പൊതുവഴി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അയാൾ മതം മാറി മത്തായിയോ ബഷീറോ ആവുമ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന അയിത്തമോ ഉച്ചനീചത്വമോ ബാധകമല്ല. ആ ആളുകൾക്ക് ആ പൊതുവഴി ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഹിന്ദു മതത്തിലെ ജനനമോ ജാതിയോ കൊണ്ട് ഇവർക്ക് ഈ സമാശ്വാസമോ ശാന്തിയോ കിട്ടാതെ പോകുന്നത് വലിയ രീതിയിൽ മതപരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ധർമ്മത്തിന് അപരിഹാര്യമായിട്ടുള്ള നഷ്ടം ഉണ്ടാവുമായിരുന്നു. അത് നമ്മൾക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ടാണ് ആ കാലത്തിനനുസരിച്ച് സമാജം മാറിയത്. അതല്ലാതെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ ഒരു സമരവും നടന്നിട്ടില്ല. ഞാൻ വെല്ലുവിളി പോലെ പറയാം, ഇപ്പൊ പറയുന്നുണ്ടല്ലോ വലിയ സമരവും പ്രക്ഷോഭവും വിപ്ലവവും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന്. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ ഒരു സമരം പോലും നടന്നിട്ടില്ല. ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായിട്ടുണ്ട് 1931 ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി. പക്ഷെ ഗുരുവായൂർ എന്ന് വേറെ രാജ്യമാണ്, തിരുവിതാംകൂർ അല്ല. തിരുവിതാംകൂർ മഹാരാജ്യം, തിരുക്കൊച്ചി, പിന്നെ ഈ ഗുരുവായൂർ എന്നൊക്കെ പറയുന്ന മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്. തിരുവിതാംകൂർ വേറെ രാജ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം തിരുവിതാംകൂറിനെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. 1949 തിരുവിതാംകൂറും തിരുക്കൊച്ചിയും കൂടി ചേർന്നുകൊണ്ട് എന്തുണ്ടാവുന്നത്? ട്രാവൻകൂർ കൊച്ചിൻ യൂണിയൻ ഉണ്ടാവുന്നത്. അപ്പോഴും മലബാർ അതിന്റെ ഭാഗമായിട്ടില്ല. പിന്നെ 1956 മലബാറും കൂടി ചേർന്നുകൊണ്ട് ഐക്യ കേരളം ഉണ്ടാവുന്നത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ സോവറിൻ കൺട്രിയാണ്, സ്വതന്ത്ര സ്വയംഭരണ രാഷ്ട്രമാണ്, ആരെയും പേടിക്കാനില്ല. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ഒരു സമരം പോലും നടന്നിട്ടില്ല. എന്താ പിന്നെ എന്തുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്? ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടല്ലല്ലോ. 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടായി. വൈക്കം സത്യാഗ്രഹം ഉണ്ടായത് വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ടല്ല. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികൾ ഉപയോഗിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടാവുന്നത്. വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല. അന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ വേറൊരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ജാതികൾക്കും അവരുടേതായിട്ടുള്ള ആചരണ പദ്ധതികളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. ആശാരിയുടേതായിട്ടുള്ള ആചാര പദ്ധതികൾ ഉണ്ടായിരുന്നു. നായർക്ക് സ്വന്തമായിട്ടുള്ള ആചാര പദ്ധതികളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. തറവാട്ടിലെ ഭുവനേശ്വരി, നായന്മാർക്ക് തറവാട്ടിലെ ഭുവനേശ്വരി, അതുപോലെ തന്നെ നാഗദേവതകളുമാണ് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഈഴോ വിഭാഗക്കാർക്ക് മുത്തപ്പൻ, വെള്ളപ്പൻ തുടങ്ങിയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആരാധനാ പദ്ധതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറുമ പുലയ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് കരിങ്കുട്ടി, കരിങ്കാളി തുടങ്ങിയിട്ടുള്ള ഇതര ആരാധനാ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ആരാധന നടത്താനും പൂജ നടത്താനും സ്വന്തം മൂർത്തിയെ പൂജിക്കാനുള്ള വിദ്യ അറിയായിരുന്നു.
പിന്നീട് ഇത്തരം മൂർത്തി എന്താ പറയുക, ബ്രാഹ്മണ മൂർത്തികളുടെ ഉപാസനയിൽ താഴ്ന്നതെല്ലാം നീചമാണ്, അപരിഷ്കൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മുഴുവൻ ഇല്ലാതെയാക്കുകയും ഈ ആളുകളുടെ മുഴുവൻ ആരാധനാ വൈവിധ്യങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുകയും ഇതിനെ മുഴുവൻ പിടിച്ചെടുക്കുകയും പരിഷ്കരണം എന്നുള്ള പേരിൽ ഒരു വലിയ വിഭാഗത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെയും സമ്പ്രദായങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് മൂർത്തികൾ ഇല്ലാണ്ടേ. ഒരുപാട് പേർക്ക് ഇപ്പൊ നായന്മാരായിട്ടുള്ള ആളുകൾ ആലോചിച്ച് നോക്കും, സ്വന്തം തറവാട്ടിലെ ഭുവനേശ്വരിയെ പൂജയ്ക്ക് അറിയുന്ന എത്ര പേരുണ്ട്? അറിയുണ്ടാവില്ല. തറവാട്ടിലെ പീഠമൊക്കെ ഉണ്ടാവും. മറ്റേ ഭുവനേശ്വരി പൂജ വാർഷികമായിട്ട് മറ്റേ തിരുവളനാട്ടിന്നോ മറ്റിടത്തുനിന്നോ മൂസത്തിനെ കൊടുത്തിട്ടാ ചീക്കുണ്ടാവുക. ആശാരിമാരുടെ വീട്ടിൽ വിശ്വകർമാവിന്റെയും അവരുടെ ആരാധിച്ചിരുന്ന പൂർവമൂർത്തിയുടെയും ക്ഷേത്രം തന്നെ ഉണ്ടാവും. പൂജയ്ക്ക് അറിയുണ്ടാവില്ല. വാർഷികമായിട്ട് തന്ത്രിനെ കൊണ്ടുവന്നിട്ട് ആശാരിയുടെ ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കും. ഓരോ വിഭാഗക്കാരും ചെയ്തു നോക്കൂ. അവരവരുടേതായിട്ടുള്ള ജാത്യാചരണങ്ങളും സാമ്പ്രദായികമായിട്ടുള്ള മൂർത്തി സങ്കല്പങ്ങളും മുഴുവൻ നഷ്ടപ്പെടുത്തി ഇവിടെ നടന്നിട്ടുള്ള വലിയ പരിഷ്കരണത്തിന് അതിൽ വലിയ പങ്കുണ്ട്. ഞാനതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ആളുകൾക്ക് മൂർത്തികളില്ലാതെ, ആളുകൾക്ക് ഉപാസിക്കാൻ ദേവതകളില്ലാതെ അധികകാലം നിലനിൽക്കാൻ സാധിക്കില്ല. ആളുകൾക്ക് വിശ്വസിക്കാൻ, ആളുകൾക്ക് താങ്ങായി നിൽക്കാൻ ഏതെങ്കിലും മൂർത്തികൾ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിഭാഗങ്ങളുടെയൊക്കെ മൂർത്തികൾ ഇല്ലാണ്ട് പോകുമ്പോൾ ഇവർക്കെല്ലാം ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ഇതര മൂർത്തികളുടെ ആരാധന നടത്താനുള്ള അവസരം കൊടുക്കേണ്ട ഒരു സ്വാഭാവികത ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇവർ മറ്റു ധർമ്മങ്ങളിലേക്ക് മതം മാറിപ്പോവും, ഇവര് വേറെ വിശ്വാസങ്ങളിലേക്ക് ചേക്കേറി പോവും. ആ സാധ്യത ഇല്ലാതാക്കാൻ എല്ലാവർക്കും ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കേണ്ട ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ ഉണ്ടായി. അതൊരു സ്വാഭാവികതയാണ്. പക്ഷേ ഇതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ കൂടി ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടാവുന്നത് കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിപ്ലവമോ അല്ലെങ്കിൽ സമരമോ അല്ല. അത് ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു മുന്നേറ്റമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള ഭിന്നിപ്പുകളും വേർതിരിവുകളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു സമാജം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പൊതുശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമാവുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ 1923 കോൺഗ്രസിന്റെ കാക്കിനാടയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിലെ പ്രമേയത്തിന്റെ ഭാഗമായിട്ടാണ് TK മാധവനാണ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. ആ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ TK മാധവന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് സർദാർ KM പണിക്കരും KP കേശവമേനോനുമായിരുന്നു. കാക്കിനാട സമ്മേളനത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് ആണ് വൈക്കം സത്യാഗ്രഹം നടത്തുന്നത്. ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് ചെയ്യുന്നത്. ആ സമരത്തിന് മുന്നിൽ നിന്നതെല്ലാം സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അല്ലാതെ അവർണ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ സവർണർക്ക് എതിരെ നടത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിപ്ലവമോ പോരാട്ടമോ അല്ല. ഈ സമാജം ഒറ്റക്കെട്ടായി എല്ലാവരും ഒന്നിച്ചു പോരേണ്ടതുണ്ട്, അതിനുള്ളൊരു സാമൂഹിക സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും കൂട്ടി മുന്നോട്ട് പോകാൻ സമാജം സ്വയം പരുവപ്പെട്ടതാണ്. അങ്ങനെയാണ് കേരളത്തിൽ അസ്പൃശ്യതാ നിർമ്മാർജ്ജന സമിതി ഉണ്ടാവുന്നത്. 1924 അസ്പൃശ്യതാ നിർമ്മാർജ്ജന സമിതിയുടെ എന്താ പറയുക മേധാവി ആരായിരുന്നു, അല്ലെങ്കിൽ ചുമതലക്കാരനാരായിരുന്നു? K. വേലപ്പനായിരുന്നു. അസ്പൃശ്യതാ നിർമ്മാർജ്ജന സമിതിയുടെ പ്രവർത്തകരാരൊക്കെയായിരുന്നു? കാരൂർ നീലകണ്ഠൻ നമ്പൂതിരി, KS കൃഷ്ണസ്വാമി അയ്യർ, ഇവരെല്ലാവരും സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ് അസ്പൃശ്യതാ നിർമ്മാർജ്ജന സമിതി ഉണ്ടാവുന്നത്. ഈ പറയുന്ന പ്രക്ഷോഭത്തിൽ ഈ എന്താ പറയുക വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി പ്രക്ഷോഭമൊക്കെ നടന്നല്ലോ. ഈ പ്രക്ഷോഭത്തിൽ ഇപ്പൊ പറയാറുണ്ടല്ലോ, എന്താ പറയുക സവർണ ഗുണ്ടകൾ അവർണരെ അടിച്ചമർത്തി അവസാനം വലിയ വേദനകളും സഹനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേരെന്താണെന്നറിയോ? എന്റെ പേരാണ് അയാൾക്ക്, ശങ്കുപിള്ള എന്നാ പേര്. സവർണൻ തന്നെയാണ്, അല്ലെങ്കിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട. ആരാണ് ആ സമരം നടത്തിയെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്ന പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പറയാ 1000 പേരെ കൂട്ടി വൈക്കത്ത് നിന്ന് തിരുവിതാംകൂറിലേക്ക് അവർണർക്ക് പൊതുവഴി ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് സവർണ പദയാത്ര നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്, മന്നത്ത് പത്മനാഭ പിള്ളയാണ്. ആ സവർണ പദയാത്ര തിരുവിതാംകൂറിലെത്തുമ്പോൾ 1000 പേരുമായിട്ട് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂറിലെത്തുമ്പോൾ ശുചീന്ദ്രത്ത് നിന്ന് കൂടുതൽ ആളുകളെയും കൂട്ടി ആ മറ്റേ സവർണ പദയാത്രയ്ക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്നത് നായിഡുവാണ്. ശുചീന്ദ്രത്തിൽ നിന്നുള്ള പെരുമാൾ നായിഡുവാണ്. അവസാനം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് 25,000 പേര് ഒപ്പിട്ടിട്ടുള്ള അവർണർക്ക് പൊതുവഴി ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് 25,000 പേര് ഒപ്പിട്ടിട്ടുള്ള സവർണ മെമ്മറാണ്ടം എന്നാണ് അതിന്റെ പേര്. 25,000 പേര് ഒപ്പിട്ടിട്ടുള്ളത് റീഗന്റ് സേതുലക്ഷ്മി ഭായിക്ക് സമർപ്പിക്കുന്നത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. ഇപ്പോഴത്തെ ചരിത്രത്തിൽ ചില ആളുകൾ പറയുന്ന കേട്ടതൊന്നും ഈ സവർണ പദയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർണർക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി സവർണര് നടത്തിയ എന്തോ സംഭവം അനുകൂലമായി ചെയ്തതാണ്.
മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ, പെരുമാൾ നായിഡുവിന്റെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭത്തിന് അനുകൂലമായി ചെയ്താണ്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള സംഘടനകളുടെ പേരുകളൊന്ന് പരിശോധിച്ചാൽ മതി. ഉണ്ണി നമ്പൂതിരി സഭ, NSS, യോഗക്ഷേമ സഭ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. അത് വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞു. പക്ഷെ വൈക്കം സത്യാഗ്രഹം കൊണ്ടല്ലോ എന്താ പറയാ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. വൈക്കം സത്യാഗ്രഹം ഉണ്ടായത് 1924 ഈ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് 1936 എന്താണ് അതിന്റെ സാഹചര്യം? 1931 ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ സർ CP രാമസ്വാമി അയ്യർ അവകാശങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയാണ് അവർണർക്ക് പൊതുവഴികൾ ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടതുണ്ടെന്ന് പറയുന്നത്. 1933 സുബ്രഹ്മണ്യരുടെ നേതൃത്വത്തിൽ 8 അംഗ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആ 8 അംഗ കമ്മിറ്റിയാണ് കൂടുതൽ അവകാശങ്ങൾ നൽകാനും കൂടുതൽ എന്താ പറയുക ഈ പറയുന്ന മതം മാറ്റത്തിന്റെ സാധ്യത, മിഷണറി പ്രവർത്തനങ്ങളുടെ ഭീകരതയെ പറ്റി കൂടുതൽ തെളിവുകൾ ഹാജരാക്കുന്നതും ഇത്തരത്തിലുള്ള വലിയ പരിഷ്കരണങ്ങൾ സമാജത്തിൽ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുമ്പോൾ അദ്ദേഹത്തെ കണ്ട്, ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ കണ്ട് 2 മണിക്കൂർ സംസാരിച്ച് ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് എടുപ്പിച്ച ഒരാളുണ്ട്. ചരിത്രത്തിൽ ഇപ്പൊ പറയാറില്ല, ശുഭാനന്ദ ഗുരുദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശുഭാനന്ദ ഗുരുദേവനാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ കണ്ട് 2 മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന് ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത്. അല്ലാണ്ട് ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഉൽപ്പന്നമായിട്ടല്ല. ഇനി പറയട്ടെ, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തിയ സ്ഥലമുണ്ടല്ലോ, അത് ഗുരുവായൂരല്ലേ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയല്ലോ. ഗുരുവായൂർ എപ്പോഴാണ് ക്ഷേത്രപ്രവേശനത്തിന് അനുവാദം കിട്ടിയത്? എന്നിട്ട് 1948 തിരുവിതാംകൂറിൽ ഒരു സമരവും ഇല്ലാണ്ട് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 ഉണ്ടായി. ഒരു സമരവും ഇല്ലാണ്ട്. സമരം ചെയ്ത സ്ഥലത്ത് എന്താ സ്ഥിതി? 1931 സമരം ചെയ്ത ഗുരുവായൂരും, അതായത് മലബാറിലും തിരുക്കൊച്ചിയിലും ക്ഷേത്രപ്രവേശനം ഒരു അവകാശമായി നിയമം മൂലം സ്ഥാപിക്കുന്നത് 1948. അപ്പൊ ഇതൊന്നും സമരങ്ങളുടെ ഉൽപ്പന്നമല്ല. ഈ സമാജം അത്തരത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പരിഷ്കരിച്ചിട്ടുള്ളതാണ്. ആഭ്യന്തരമായി ആന്തരികമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഇവിടുത്തെ പരിഷ്കരണങ്ങൾ. അല്ലാതെ ഒരു പരിഷ്കരണവും ഇവിടെ പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ല. നമ്മുടെ ചരിത്രം നമ്മൾ യഥാർത്ഥ തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഇതിനെ മുഴുവൻ വക്രീകരിച്ചും വളച്ചൊടിച്ചും കൊണ്ട് നുണകളുടെ ഘോഷയാത്ര കൊണ്ട്, ശരി, യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ നടന്ന നവോത്ഥാനം എന്ന വലിയ സങ്കല്പത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവോത്ഥാനം. ഇത് നവോത്ഥാനമല്ല, നുണോത്ഥാനമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. 100% നുണകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്ന നവോത്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിൽ ആശ്വാസം പകരുന്ന, സന്തോഷം പകരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിന് ബദലായി കേരളത്തിൽ ഒരു യഥാർത്ഥ നവോത്ഥാനം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ്. നവോത്ഥാനം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു പുതിയ തുടക്കമാണെന്നാണല്ലോ പറയുന്നത്. ആ പുതിയ തുടക്കം ഉണ്ടായത് പക്ഷേ ഇതിന്റെ പ്രതിരോധ നിരയിലാണ്, പ്രതിപക്ഷ നിരയിലാണെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഹിന്ദു സമാജത്തിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പുതിയ ഒരു ഉണർവും ഒന്നിച്ചെതിർക്കേണ്ടതാണെന്നുള്ള ബോധ്യവും, ഇത്തരത്തിൽ നമുക്കെതിരെ നടക്കുന്ന വെല്ലുവിളികൾ എത്രയാണ്, നമുക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ യഥാർത്ഥ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു സിദ്ധിയും, ആദ്യമായിട്ട് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒറ്റക്കെട്ടായി ചിന്തിക്കാനും, നമ്മുടെ വെല്ലുവിളികൾ വ്യക്തിപരമല്ല, അതൊരു സമാജം എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരുടേതുമാണെന്ന് മനസ്സിലാക്കാനും, ആ വെല്ലുവിളികളെ നേരിട്ട് ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റയൊറ്റ വ്യക്തികളായോ ഒറ്റപ്പെട്ട തുരുത്തുകളായോ നിന്നതുകൊണ്ട് സാധ്യമല്ല. ഒരു സമാജം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ സംഘടിക്കുകയും ഒന്നിച്ചെതിർത്ത് നിൽക്കുകയും വേണ്ടതാണ് എന്നൊരു ബോധ്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രമേൽ വലിയൊരു ഹൈന്ദവ ഏകീകരണമോ ഹൈന്ദവ ജാഗരണമോ ഈ പറയുന്ന യഥാർത്ഥ നവോത്ഥാന നായകരാൽ പോലും സാധ്യമായിട്ടില്ല. എന്നാൽ ചില കപട നവോത്ഥാന നായകന്മാരാൽ അത്തരത്തിലൊരു ഹൈന്ദവ ഏകീകരണം വലിയ അളവിൽ സാധ്യമായിട്ടുണ്ട്. അത്തരത്തിലൊരു നവോത്ഥാനം കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നവോത്ഥാനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിനെ പറ്റി പറയാനുള്ളത്. ധാരാളം സമയം ഞാൻ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെ വല്ലാതെ മുഷിപ്പിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം. നോക്കൂ, ഞാൻ എങ്ങനെയാണ് ഒരു കഥ നുണയാണോ സത്യമാണോ നോക്കാറെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം, ഇത് ആരാ പറയുന്നത് എന്നുള്ള. ഇപ്പൊ ചില ആളുകളാണെന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം ഇത് നുണക്കഥയാവുന്നത്. എങ്ങനെയാണ് നുണ നോക്കിയാൽ മതി.
വേറെ പ്രയാസമില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കഥ കൊണ്ടുണ്ടാവുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവർക്ക് സാധ്യമാവുന്ന ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് തരും. ഇപ്പൊ ഉദാഹരണത്തിന് ദളവാക്കുളം എന്നൊരു കഥ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് തന്നെ വിചാരിക്കുക. എന്താണ് അതിന്റെ ഇമ്പാക്ട്? അതിന്റെ ഇമ്പാക്ട് ഈഴവരായിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവരോട് ഒരു വിരോധം ഉണ്ടാവലാണ്. അത് ഹിന്ദു സമൂഹത്തിന്റെ താല്പര്യത്തിന് നല്ലതാണോ ദോഷമാണോ? ദോഷമാണ്. അപ്പൊ ആ കഥയുടെ ഏതാണ്ടൊരു നിലവാരം നമുക്ക് ഊഹിക്കാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, ആ കഥയുടെ റിസൾട്ട് എന്താണ്. മൂന്നാമത്തെ കാര്യം എന്താണ്, ഈ പറയുന്ന കഥയ്ക്ക് വല്ല റെഫറൻസോ കാര്യങ്ങളോ ലഭ്യമാണോ എന്നുള്ളതാണ്. ഈ മൂന്ന്, ഇനിയിപ്പോ ചില കാര്യങ്ങൾ പറയുന്നത് മോശക്കാരാണെങ്കിലും അതിന്റെ ഇമ്പാക്ട് മോശമാണെങ്കിലും ശരിക്കും ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല, അംഗീകരിച്ചിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ മൂന്നാമത്തെ കാര്യം, ഇതിന് വല്ല വസ്തുതയുണ്ടോ, യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളതാണ്. ഇതിന് തിരിച്ചറിയാനുള്ള ഒരേ ഒരു വഴി, നമ്മൾ ചില ആളുകളെ സംശയത്തോടു കൂടി തന്നെ കാണണം. അവര് പറയുന്ന കാര്യങ്ങളെ രണ്ടാമത് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവണം. അതല്ലാതെ വേറെ പരിഹാരമില്ല. ഇതെന്താ വെച്ചാൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് നടക്കുന്നുണ്ട്. പണ്ട് ഈ മറ്റേ ഫാസിസ്റ്റ് കാലഘട്ടത്ത് മിനിസ്ട്രി ഓഫ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രൊപ്പഗൻഡ നടത്താൻ, പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ ആവർത്തിച്ച് പറഞ്ഞ് സമൂഹ മനസാക്ഷിയിൽ അതിനെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ. പ്രൊപ്പഗൻഡ ചിലപ്പോൾ സത്യവുമാവാം നുണയാവാം. പക്ഷെ ഈ പ്രൊപ്പഗൻഡ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഫാസിസ്റ്റ് റെജീമിലൊക്കെ മിനിസ്ട്രി ഓഫ് പ്രൊപ്പഗൻഡ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു മന്ത്രാലയം, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം. അതേ രീതിയിൽ ഇവിടെ ഒരു മിനിസ്ട്രി ഓഫ് പ്രൊപ്പഗൻഡ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ. ഒരു ചില കഥകള് സൃഷ്ടിച്ചു വിടുന്ന ഒരു കോമൺ സോഴ്സ് ഉണ്ട്. ആ കോമൺ സോഴ്സിൽ നിന്ന് പല ആളുകളിലേക്ക് അത് എത്തുകയാണ്. പിന്നെ ഇവരിത് മുഴുവൻ, ഇപ്പൊ ഞാനൊരു ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ നവോത്ഥാന സദസ്സിൽ പ്രധാനമായിട്ട് ഈ കേരളത്തിലെ ഇപ്പൊ സ്പോൺസേർഡ് നവോത്ഥാന സദസ്സിൽ പ്രധാനമായിട്ട് സംസാരിച്ചിരുന്ന 3 ആളുകളാണ്. ഒന്ന് സുനിൽ പിള്ളയുടെ ആണ്, ഒന്ന് സണ്ണി പി കബിക്കാടാണ്, ഒന്ന് ശ്രീചിത്രൻ MJ ആണ്. നോക്കിക്കോളൂ, ഇവർ 3 ആളും 3 സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇവർ തമ്മിൽ പരസ്പരം ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. പക്ഷെ ഇവർ പറയുന്ന കഥകളും ഇവർ പറയുന്ന സംഭവങ്ങളും അത്ഭുതകരമായി സമാനമായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് മറ്റേ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒന്നും അല്ല. അത് കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് അടിച്ചിട്ടുള്ള കടലാസാണ് ഇവരെല്ലാവരും പഠിച്ചിട്ടുള്ളത്, അതാണ് ഇവരെല്ലാവരും പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു മിനിസ്ട്രി ഓഫ് പ്രൊപ്പഗൻഡ പ്രവർത്തിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഓരോരുത്തരും ഇതിനെ പൊളിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മളൊരു നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയാണെന്നുള്ളൊരു വിക്ടിം ഫീലിംഗ് നമുക്ക് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇവിടെ നമുക്കെതിരെ നിരന്തരമായിട്ട് നുണകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ നുണകളുടെ ഉദ്ദേശം നമുക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണ് എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നിടത്തോളം സ്വയം പരിശോധിക്കാനും യഥാർത്ഥ മൂലസ്രോതസ്സുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള മിനിമം ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ആരെയും കണ്ണുമുട്ടി വിശ്വസിക്കേണ്ട, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, പറഞ്ഞത് വേണമെങ്കിൽ പരിശോധിച്ചോളൂ എന്നുള്ളതാണ് ഈ പറയുന്നത്. ഈ വെളുത്തച്ഛനല്ലേ, വെളുത്തച്ഛന്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് പറയാൻ പറ്റും? ഈ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ ചരിത്രത്തിൽ ഇവരുണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം പൊളിയാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം പ്രൊവിനൻസ് ആണ്. ചരിത്രം, ഹിസ്റ്റീരിയോഗ്രഫി എന്ന് പറയുന്ന സംഭവം വെക്കുമ്പോൾ നമ്മളൊരു സാധനം യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചാര പഥമുണ്ട്, അതിൻ്റെ ഒരു ട്രാവലിംഗ് പാത്ത് ഉണ്ട്. ആ ട്രാവലിംഗ് പാത്ത് വേണം. അർത്തുങ്കൽ വെളുത്തച്ഛനെ പറ്റി എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പുതിയൊരു കഥയാണ്. അർത്തുങ്കൽ വെളുത്തച്ഛന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, അർത്തുങ്കൽ ബസീലിക്കയിലെ ശബരിമലയോട് അടുത്തിട്ടുള്ള ഒരു പള്ളിയാണ് അർത്തുങ്കൽ ബസീലിക്ക. അർത്തുങ്കൽ ബസീലിക്കയിലെ ഒരു പിതാവായിരുന്ന ഫാദർ ജോക്കോമോ ഫെനിഷ്യോ ശബരിമല അയ്യപ്പന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അതായത് അയ്യപ്പന് ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നല്ലോ, വാവർ. അപ്പൊ മത സൗഹാർദ്ദം ഒട്ടും കുറയ്ക്കണ്ട, മുസ്ലിം സുഹൃത്ത് മാത്രമല്ല ഒരു ക്രിസ്ത്യൻ സുഹൃത്തും ഉണ്ടായിരുന്നു. വാവരുടെ പള്ളിയിൽ എത്രയോ ആൾക്കാർ പോകണു, വഴിപാട് നടത്തണു, അവർക്ക് കുറെ പൈസ കിട്ടണു. എന്തിനാണ് ബസീലിക്കൊക്കെ എന്തിനാ അതിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അയ്യപ്പന് ഒരു ക്രിസ്ത്യൻ സുഹൃത്തും ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഫാദർ ജോക്കോമോ ഫെനിഷ്യോ എന്നാണ്. അദ്ദേഹത്തെ അയ്യപ്പൻ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന പേര് വെളുത്തച്ഛൻ എന്നാണ്. വെളുത്തിട്ടായിരുന്നു ഫാദർ ജോക്കോമോ ഫെനിഷ്യോ. മറ്റേ അവിടുന്ന് വന്നിട്ടുള്ള ആളാണ്, നമ്മുടെ നാട്ടുകാരനല്ല. അപ്പോൾ അദ്ദേഹവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകരെല്ലാം അർത്തുങ്കൽ പള്ളിയിലും വരണം. അതുപോലെ ശബരിമലയിൽ പോകുന്ന ആളുകൾ അർത്തുങ്കൽ പള്ളിയിൽ വന്ന് മാല ഊരി കഴിഞ്ഞാൽ പ്രത്യേക ഫലമുണ്ട് എന്നൊക്കെ ആണ് ഈ അടുത്ത കാലത്ത് വന്ന കഥ. ഈ കഥ വന്നത് 2001 2001 ഈ കഥ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവരടിച്ചിട്ടുള്ള
പുസ്തകത്തിൽ അവരെ ഇറക്കിയിട്ടുള്ള ഒരു സപ്ലിമെന്റിലാണ് ശബരിമല അയ്യപ്പനും ആർത്തുങ്കൽ പള്ളിയും തമ്മിലുള്ള ബന്ധം എന്നുള്ള പേരിൽ അവരുടെ ഒരു പിതാവ് ഒരു ലേഖനം എഴുതി. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ഇതെല്ലാ പള്ളിപ്പെരുന്നാളിലും നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാവും ഒരു പക്ഷെ. പിന്നീടുള്ള എല്ലാ പള്ളിപ്പെരുന്നാളിലും ഈ സംഭവം ആവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് ആ ഭാഗങ്ങളിലുള്ള ചില അയ്യപ്പന്മാര് അർത്തുങ്കൽ പള്ളിയിൽ പോയിട്ട് മാല ഊരാൻ തുടങ്ങി. അതൊരു ആചാരമായി മാറാൻ തുടങ്ങി. അങ്ങനെ ഒരു ആചാരമായി മാറാൻ തുടങ്ങിയപ്പോൾ ഇതിനെ പിന്നീട് ആളുകളെ വെച്ച് സ്പോൺസർ ചെയ്യാൻ തുടങ്ങി, ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ആളുകളൊക്കെ ഇതിന് പ്രചാരകരെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചാരകരാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചാരകരാണ് രാഹുൽ ഈശ്വർ. അപ്പോ അദ്ദേഹമാണ് അല്ലേ, അത് രാഹുൽ ഈശ്വറോട് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നും രാഹുൽ ഈശ്വർ അതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. BBC-യിൽ നിന്നൊരു ജേർണലിസ്റ്റ് അദ്ദേഹത്തെ കാണാനും ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടി വന്നപ്പോൾ ഇന്ന് അദ്ദേഹം അവരോട് പറഞ്ഞിരിക്കുകയാണ്, എന്താ പറയാ, അയ്യപ്പന്റെ മത സൗഹാർദ്ദത്തിന് ഉദാഹരണമാണ് എന്താ പറയാ അർത്തുങ്കൽ വെളുത്തച്ഛനും വാവരും. ഒന്നാമത്തെ കാര്യം, പ്രൊഫസർ MG ശശിഭൂഷൺ, അങ്ങനെ ഒരു ചരിത്രകാരുണ്ട് കേരളത്തിൽ, പ്രൊഫസർ MG ശശിഭൂഷണോട് ചോദിക്കുക, കേസരി ബാലകൃഷ്ണപിള്ള എഴുതിയിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ പരിശോധിക്കുക. യഥാർത്ഥത്തിൽ വാവർ എന്ന് പറയുന്ന ആള് ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആയിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലേക്ക് ധാരാളം അറബി വ്യാപാരികൾ കച്ചവടാവശ്യാർത്ഥം വരുമായിരുന്നു. അയ്യപ്പൻ ജീവിച്ചിരുന്നു. അയ്യപ്പൻ എന്ന് നമ്മൾ പറയുന്നത് ശബരിമല ശാസ്താവ് എന്ന സങ്കല്പം വളരെ മുൻപേ ഉള്ളതാണ്. അത് 1-ാം നൂറ്റാണ്ട് മുതലെങ്കിലും അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം പന്തളം കൊട്ടാരത്തിലെ ശ്രീ മണികണ്ഠൻ എന്ന പേരുള്ള ഒരു കുമാരൻ അവിടെ ചെന്ന് തപസ് ചെയ്തു, ധ്യാനസ്ഥനായി. അതിനുശേഷം സമാധി പ്രാപിച്ചു, അവിടുത്തെ ശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നൊരു സങ്കല്പമുണ്ട്. ആ വിലയം പ്രാപിച്ച ചരിത്ര പുരുഷനായിട്ടുള്ള മണികണ്ഠനെയാണ് നമ്മൾ അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്, ധർമ്മശാസ്താവിനെയല്ല. ഈ അയ്യപ്പന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 950 AD 1150 ഇടയ്ക്കാണ്. ആ സമയത്ത് കേരളത്തിൽ മുസ്ലിം ട്രേഡേഴ്സ് കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്നല്ല, എന്താ പറയുക, നോൺ മുസ്ലിം അറബ് ട്രേഡേഴ്സിന് ധാരാളം ആയിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. മാത്രമല്ല പന്തളം പാലസ് വളരെ സാമ്പത്തികമായിട്ട് കുറച്ച് പരിമിതമായിട്ടുള്ള ഒരു വിഭവങ്ങളുള്ള ഒരു പാലസ് ആയിരുന്നു. പന്തളം പാലസ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊരു രാജവംശം 7 പിരിഞ്ഞിട്ടുള്ള, മാലിക് കഫൂറിന്റെ ആക്രമണത്തിലാണ് തോന്നുന്നു, 7 പിരിഞ്ഞിട്ട് പല ഭാഗങ്ങളിലേക്ക് വരികയും പിന്നീട് പൂഞ്ഞാറ്റിൽ വന്നിട്ട് അവിടെ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ സ്ഥാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് 900 AD 900 മാത്രം പന്തളത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളതാണ്. കപ്പം പിരിക്കാനുള്ള അധികാരം, എട എന്ന പേരുള്ള കപ്പം പിരിക്കാനുള്ള അധികാരം തന്നെ ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അറബ് ട്രേഡേഴ്സിൽ നിന്നും ധാരാളമായിട്ട് സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളും പറ്റിയിരുന്നു എന്നതിനൊക്കെ ചരിത്രരേഖകളുണ്ട്. നിങ്ങൾക്കറിയാം 1821 പന്തളം കൊട്ടാരം സാമ്പത്തികമായി തകർന്നു. ഈ പലിശയ്ക്ക് എടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ പന്തളം കൊട്ടാരം സാമ്പത്തികമായി തകരുകയും തിരുവിതാംകൂർ മഹാരാജാവിന് രാജ്യം എഴുതി കൊടുക്കുകയും ചെയ്തു. ആ സാമ്പത്തികമായിട്ടുള്ള കടം തീർക്കാൻ വേണ്ടി 1821 തിരുവിതാംകൂർ രാജവംശത്തിന് പന്തളം കടപ്പെട്ടു. അങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരം വരെ തിരുവിതാംകൂർ മഹാരാജാവിന് വരുന്നത്. അതുകൊണ്ടാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഉണ്ടാക്കിയിട്ടുള്ള കവനിന്റെ ഭാഗമായിട്ട് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നത്. 1821 തിരുവിതാംകൂറിന് കടപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ഈ സൈനിക നീക്കങ്ങൾക്ക്, അതായത് ഉദയനൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനുമായി ശബരിമല കേന്ദ്രീകരിച്ച് യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള ഉദയനൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനുമായിട്ട് അയ്യപ്പൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നും അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താ പറയുക ചെപ്പേടുകളിലും മറ്റും എഴുതപ്പെട്ടിട്ടുള്ള കഥ, ഔദ്യോഗികമായിട്ടുള്ള രേഖ എന്ന് പറയാവുന്നത്. അതിലൊക്കെ പറയുന്നത്, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാവർ എന്ന് പറയുന്ന അയ്യപ്പനെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ഒരു അറബ് വ്യാപാരിയായിരുന്നു എന്നാണ്. ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആണെന്ന് പറയുന്നത് ഞാനല്ല, കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ചരിത്രം പരിശോധിക്കുക. പ്രൊഫസർ MG ശശിഭൂഷൺ ഇത് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാവരുടെ സുഹൃത്ത് എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ മതസൗഹാർദ്ദം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാവാൻ ഒരു നോൺ മുസ്ലിം ആയിട്ട് അയ്യപ്പന് സൗഹൃദം ഉണ്ടെങ്കിൽ എങ്ങനെയാലും മതസൗഹാർദ്ദം ഉണ്ടാവുക. വാവര് മുസ്ലിം ആണെങ്കിലല്ലേ അതുള്ളൂ. ഇപ്പൊ ഭൂതനാഥോപാഖ്യാനത്തിലൊക്കെ ഈ വാവരെന്ന് പറഞ്ഞ വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതില് ഭൂതനാഥോപാഖ്യാനത്തിൽ പറയുന്ന വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതം ശാസ്താവുമായി ബന്ധപ്പെട്ടതാണ്. മഹിഷി മർദ്ദനം നടത്തുന്നതും മഞ്ചാംബികയ്ക്ക് ഇത് കൊടുക്കുന്നതൊക്കെ ശാസ്താവാണ്, അയ്യപ്പന്റെ കഥയുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ അയ്യപ്പന്റെ കഥയിൽ വരുന്ന വാവർ എന്ന് പറയുന്നത് മുസ്ലിം അല്ലാത്ത ഒരു അറബ് വ്യാപാരിയാണ്.
ആ കഥയിൽ എവിടെയും വെളുത്ത എന്ന് പറയുന്ന വെളുത്തച്ഛൻ എന്ന് പറയുന്ന ഒരാളില്ല. അയ്യപ്പൻ കളരി അഭ്യാസം നടത്തിയിട്ടുള്ള ചീരപ്പഞ്ചറ കളരിയിൽ അരയ യുവാവായിട്ടുള്ള വെളുത്ത എന്ന് പറയുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അരയ സമുദായത്തിൽപ്പെട്ട വെളുത്ത എന്ന യോദ്ധാവാണ്. ഇവര് ഉണ്ടാക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ജോക്കോമോ ഫെനിഷ്യോ എന്ന് പറയുന്ന പാതിരിയായിരുന്നു, ആ സമയത്ത് ജീവിച്ചിരുന്ന പാതിരിയായിരുന്നു അയ്യപ്പന്റെ ഉറ്റ സുഹൃത്തുന്ന. അതിന് വരാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ജോക്കോമോ ഫെനിഷ്യോ കേരളത്തിൽ ജീവിച്ചിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടിലല്ല അയ്യപ്പന്റെ ജീവിതകാലം എന്ന് നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി രണ്ടാമതൊരു വാദം എന്താന്ന് വെച്ചാൽ, ഇത് ജോക്കോമോ ഫെനിഷ്യോ എന്നുള്ള പാതിരിയല്ല, ആ പള്ളിയിലെ പ്രതിഷ്ഠയായിട്ടുള്ള പുണ്യാളനുണ്ട്, സെബസ്ത്യാനോസ് പുണ്യാളനാണ്. സെബസ്ത്യാനോസ് തന്നെ ആയിരുന്നു വെളുത്തച്ഛൻ എന്ന് പറയുന്നുണ്ട്. സെബസ്ത്യാനോസ് എന്ന് പറയുന്ന സെയിന്റ് സെബാസ്റ്റ്യൻ അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് കഥകൾക്ക് യാതൊരു സാധ്യതയില്ല. ഇതെന്താന്ന് വെച്ചാൽ, ഈ ശബരിമല മാസ്റ്റർ പ്ലാനൊക്കെ വരുമ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആരാധനാ സ്ഥാപനങ്ങൾക്കൊക്കെ ധാരാളം ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ കിട്ടുമ്പോൾ കൂടെ കുറച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വെളുത്തച്ഛനെ കൂടെ ഇറക്കുകയാണ്. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ട് നടക്കുന്ന ഒരാള് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ആ പറയുന്ന കാര്യത്തിന് യാതൊരു വസ്തുതയില്ല, യാതൊരു അടിസ്ഥാനവും ഇല്ല. അദ്ദേഹം അത് നിർത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ സാർ. ഇപ്പൊ ഈ ശബരിമല ഇഷ്യൂ ശരിക്കും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോ. അതെ, അപ്പോ അതെ, ഈ ജുഡീഷ്യറിക്ക് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ വികാരത്തെ മാനിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടും, അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള സിമിലർ കേസുകളിലായ ശനീശ്വര ക്ഷേത്രത്തിലേക്ക് വിധി എതിരായിട്ടുള്ള, അതുപോലെ ഇനി ഇതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എതിരായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ശരിക്കും ഇതിനകത്ത്? തീർച്ചയായിട്ടും നോക്കുന്നത് സുപ്രീം കോടതിയിൽ ഒന്നാമത്തെ കാര്യം, ശനി സിംഗ്നാപൂരിന്റെ ഒരു കേസുമായിട്ട് ഇതിന് യാതൊരു താരതമ്യം ഇല്ല കേട്ടോ. അത് വേറൊരു വിഷയമാണ്. ശനി സിംഗ്നാപൂരിലെ സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നു വെച്ചാൽ, അവിടെ പ്രതിഷ്ഠയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ടൊരു നിയന്ത്രണമല്ല ശനി സിംഗ്നാപൂരിൽ ഉണ്ടായിരുന്നത്. ശനി സിംഗ്നാപൂരിൽ വളരെ എന്താ പറയുക ലാഘവമുള്ളൊരു കാരണമാണ്. എന്താന്ന് വെച്ചാൽ, അവിടെ ശനീശ്വരന്റെ പ്രതിഷ്ഠയാണുള്ളത്, ഒരു ബ്ലാക്ക് സ്റ്റോൺ ആണ്. അതില് എണ്ണ പാരുകയാണ് ചെയ്യുക ആളുകൾ. അതില് പുരുഷന്മാര് മാത്രം എണ്ണ പാർന്നാൽ മതി. അതിനായി കാരണമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, പണ്ട് ഈ സ്ത്രീകൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ എണ്ണയിലൊക്കെ വഴിക്ക് വീഴും എന്നുള്ളതാണ്. അതുകൊണ്ട് പുരുഷന്മാർ മാത്രം ചെയ്താൽ മതി എന്നൊരു സമ്പ്രദായം ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് ശനീശ്വരന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ അയ്യപ്പന്റെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയുന്ന, അയ്യപ്പന്റെ പ്രതിഷ്ഠാ സങ്കല്പം, ശബരിമലയിലെ താന്ത്രികമായിട്ടുള്ള പ്രതിഷ്ഠാ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, യുവതീ വിരക്തനായിട്ടുള്ള, വൈരാഗിയായിട്ടുള്ള, സന്യാസിയായിട്ടുള്ള, ബ്രഹ്മചാരിയായിട്ടുള്ള, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള, യോഗപട്ടാബന്ധിതനായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷ്ഠയുടെ സങ്കല്പം യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകളുടെ സാമീപ്യം പാടാത്തതാണ്. അത് ആ ക്ഷേത്രത്തിലെ നിയമമാണ്. ശനി സിംഗ്നാപൂരിന്റെ പ്രതിഷ്ഠയ്ക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല. അവിടെ ഈ ഒരു കാരണം കൊണ്ട്, ഇത്തരത്തിലൊരു കാരണം കൊണ്ട് ഒരു നിയന്ത്രണം വെച്ചിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ രണ്ടു കൂട്ടർക്ക് കൂടെ എണ്ണ ഒഴിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് സ്ത്രീകൾക്കും കൂടി എണ്ണ ഒഴിക്കാൻ വിധി വരികയല്ല ചെയ്തത്. അവിടെ വന്നപ്പോ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ അവിടെ ഒരു മെഷീനാണ്, ഒരു മോട്ടറാണ്, അതിൽ കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും എണ്ണ പാരും. ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എണ്ണ ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യം. തുല്യത ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ഇവിടെ ശബരിമലയിലെ വിഷയം അതല്ല. ശബരിമലയിലുള്ള വിഷയം ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മൂർത്തി എന്ന് പറയുന്ന ഒരു നിയാമക വ്യക്തിയെ എത്രത്തോളം കോടതി അംഗീകരിക്കും എന്നുള്ള പ്രശ്നമാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമല്ല ദേവൻ. ഡയറ്റി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സൺ ആണ്, നിയമം റെക്കഗ്നൈസ് ചെയ്യുന്ന, ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ജുറിസ്റ്റിക് പേഴ്സൺ ആണ്. മൂർത്തിക്കെതിരെ കേസ് കൊടുക്കുകയും മൂർത്തിക്ക് കേസ് കൊടുക്കുകയും ചെയ്യാം. ഹി ക്യാൻ ബി സ്യൂഡ് ആൻഡ് ഹി ക്യാൻ സ്യൂ. മൂർത്തിക്ക് സ്വത്ത് കൈവശം വെക്കുകയും വാങ്ങുകയും ചെയ്യാം. മൂർത്തി വാർഷികമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്. നിയമം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ജുറിസ്റ്റിക് ഇൻഡിവിജ്വൽ ആണ് മൂർത്തി. അതുപോലെയല്ല, ഈ മൂർത്തിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലെന്നാണ് ഇപ്പൊ സുപ്രീം കോടതി പറയുന്നത്. അത് പറയാൻ സുപ്രീം കോടതിക്ക് എന്ത് അധികാരം എന്നുള്ള വേറെ ചോദ്യമാണ്. കാരണം 5 മെമ്പർ ബെഞ്ചാണ് ഇപ്പൊ ശബരിമല കേസിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു യഥാർത്ഥ റിയൽ പേഴ്സൺ ഉള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും ഒരു എന്താ പറയാ ഒരു ലീഗൽ പേഴ്സൺ മാത്രമായിട്ടുള്ള മൂർത്തിക്ക് കിട്ടില്ല എന്ന്. പക്ഷെ 1967 സുപ്രീം കോടതി 9 മെമ്പർ ബെഞ്ച്, 9 ജഡ്ജ് ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ട്രേഡിംഗ് കോർപ്പറേഷൻസ് വേഴ്സസ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി 9 മെമ്പർ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 25 ഡയറ്റിക്കും ബാധകമാണെന്ന്. അപ്പൊ ആർട്ടിക്കിൾ 25 ഡയറ്റിക്ക് ബാധകമാണെങ്കിൽ
ഈ ആളുകൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇപ്പൊ പുരുഷന് തുല്യമായിട്ട് അവിടെ ക്ഷേത്രത്തിൽ ചെന്ന് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്കും വേണമെന്നാണല്ലോ ഹർജിക്കാർ പറയുന്നത്. ആ ആവശ്യം നിഷേധിക്കപ്പെട്ടാൽ ഇവരുടെ ആർട്ടിക്കിൾ 25 വയലേറ്റ് ചെയ്യപ്പെട്ടു. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? എല്ലാവർക്കും തങ്ങളുടെ ഇഷ്ടപ്രകാരം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും മതം പ്രചരിപ്പിക്കാനും പഠിക്കാനും പ്രയോഗിക്കാനും ഒക്കെ ഉള്ള അധികാരം ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ മൂർത്തിക്ക് ആർട്ടിക്കിൾ 25 ഉണ്ടെങ്കിൽ അയ്യപ്പനുണ്ടല്ലോ ബ്രഹ്മചര്യമാകുന്ന തന്റെ വ്രതം നിലനിർത്താനുള്ള അധികാരം ഉണ്ടല്ലോ. അത് മൂർത്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഈ മൂർത്തി എന്നുള്ള സങ്കല്പം ഒരു കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു താന്ത്രിക് സങ്കല്പമാണ്. ഇത് ഈ വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള ഈ പുറത്തുള്ള ആളുകൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവരിപ്പോഴും ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്താണ് ഇത്തരത്തിലുള്ള വിവേചനം എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലുള്ള ഈ പ്രത്യേകമായിട്ടുള്ള താന്ത്രിക സങ്കല്പം മനസ്സിലാക്കുന്നതിൽ കോടതി വളരെ ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം റിവ്യൂ ഹർജിയിൽ വാദം നടക്കുന്ന സമയത്ത് വരെ അതിൽ ഒരു ബന്ധപ്പെട്ട ജഡ്ജി ഒരു ദളിത് സ്ത്രീ പ്രവേശിക്കുന്ന സമയത്ത് അവരെ തടഞ്ഞു കഴിഞ്ഞാൽ അത് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആവില്ലേ എന്ന് ചോദിക്കുന്നു. മൗലികമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വെക്കുക. സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റിയത് വിചാരിക്കുക. സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റിയാൽ തിരുത്താൻ ഇവിടെ പരിഹാരമുണ്ട്. സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് മിണ്ടാതെ സഹിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ജനത്തിനില്ല. ഞാൻ പറയട്ടെ, ഈ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ഭാഗമായിട്ടാണ്: എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. എന്താണ് ഇതിന്റെ സങ്കല്പം? രാജ്യത്തെ ജനങ്ങളുടെ ഹിതത്തിനും താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും അനുസൃതമായി നിയമം നിർമ്മിക്കാൻ ലെജിസ്ലേച്ചർ, ആ നിയമം നടപ്പിലാക്കാൻ എക്സിക്യൂട്ടീവ്, ആ നിയമം നിർമ്മിച്ചതിലോ നടപ്പാക്കിയതിലോ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ജുഡീഷ്യറി. ഇതിലൊന്നും മറ്റൊന്നിനു മേലെയല്ല, തുല്യ പ്രാധാന്യമുള്ള ഓർഗൻസ് ആണ്. ഒന്ന് എന്താ, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ, സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് ആണ്. പരസ്പരം പരിശോധിച്ച് നിർത്തുക വേണ്ടത്. ഒരെണ്ണം ഓവർ സ്റ്റെപ്പ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ മറ്റു 2 ആൾ വരെ വലിച്ച് താഴ്ത്തു നിർത്തണം. ഇവിടെ ഇന്ത്യയിലെ പ്രശ്നം എന്താ വെച്ചാൽ, ജുഡീഷ്യറി മറ്റു 2 ഓർഗനുകൾക്കും മേലെയാണെന്ന് ജുഡീഷ്യറി സ്വയം ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടെ ജുഡീഷ്യൽ സോവർണിറ്റി അല്ല ഉള്ളത്. അതിനൊരു പശ്ചാത്തലമുണ്ട്, ഞാൻ പറയാം. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാൽ, ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ലാണ്ടേ. പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി മാത്രമുള്ള ഒരു സഭയാണ്, ഏകാധിപത്യ സഭയാണ്. ലെജിസ്ലേച്ചറിന് എന്താ അർത്ഥം? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഭരണവർഗത്തിന്റെ മർദ്ദനോപാധിയായി മാറി. ആളുകളെ അറസ്റ്റ് ചെയ്യാനും പിടിച്ചെടുക്കാനും ജയിലിലിടാനും അല്ലാണ്ട് ജനങ്ങൾക്ക് ജസ്റ്റിസ് കൊടുക്കുന്ന യാതൊരു സംഭവം എക്സിക്യൂട്ടീവ് ഉണ്ടായില്ല. അപ്പൊ ജനങ്ങൾക്ക് സ്റ്റേറ്റ് എന്നുള്ള സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഇത്തരത്തിൽ മാറിയപ്പോൾ ജുഡീഷ്യറിക്ക് ഒരു സ്റ്റെപ്പ് അധികം എടുക്കേണ്ടി വന്നു. ജുഡീഷ്യറിക്ക് ഒരു സ്റ്റെപ്പ് ഓവർ സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നു, ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നിലനിർത്താൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? കോടതി അതിന്റെ എക്സ്പെക്ടഡ് റോളിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി. ആ സമയത്താണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ തുടക്കം. പരിശോധിച്ചാൽ ലോക്കസ് സ്റ്റാൻഡി എന്നുള്ള സങ്കല്പം എടുത്തു കളഞ്ഞു. മുന്നേ എന്താ വെച്ചാൽ, അഗ്രീഡ് ആയിട്ടുള്ള പാർട്ടിക്ക് മാത്രമേ കോടതിയിൽ ചെന്ന് കേസ് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു അവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് നിങ്ങൾക്ക് മാത്രമേ ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കേസ് പറയാൻ പറ്റില്ല. ലോക്കസ് സ്റ്റാൻഡി ഉണ്ട്, റൈറ്റ് ടു സ്റ്റാൻഡ് ബിഫോർ ദ കോർട്ട്. ആ ലോക്കസ് സ്റ്റാൻഡി എടുത്തു കളഞ്ഞു. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള പബ്ലിക്കലി സ്പിരിറ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള സംവിധാനം വന്നു. കോടതി സ്വന്തമായിട്ട് ലെജിസ്ലേച്ചറിന്റെ എക്സിക്യൂട്ടീവിന്റെ പണിയാൻ തുടങ്ങി. ഇപ്പൊ വിശാഖ ഗൈഡ്ലൈൻസ്, വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെന്റ്സിനെ സംബന്ധിക്കുന്ന നിയമം ഉണ്ടാക്കിയത് ആരാ? ജുഡീഷ്യറി ഉണ്ടാക്കിയതാണ്. വിശാഖ ഗൈഡ്ലൈൻസ് കോടതി ഉണ്ടാക്കിയതാ. കോടതിക്ക് ആരാ നിയമം നിർമ്മിക്കാൻ അധികാരം കൊടുത്തിട്ടില്ല? ലെജിസ്ലേച്ചറിന്റെ അധികാരമാണത്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ അധികാരം, നേരിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ തുടങ്ങി കോടതി. അതിൽ കോടതിക്ക് എന്താ അധികാരം? യഥാർത്ഥത്തിൽ അധികാരമൊന്നുമില്ല. എന്താ പറയുക, ഫോറിൻ പോളിസിയിൽ കോടതി ഇടപെടാൻ തുടങ്ങി. ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഗവൺമെന്റ് ഉറപ്പുവരുത്തണം എന്ന് കോടതി. ഫോറിൻ പോളിസി ഗവൺമെന്റിന്റെ പ്രൊറോഗേറ്റീവ് ആണ്, കോടതിക്ക് ഇടപെടാനുള്ള അധികാരമില്ല. പക്ഷെ എന്താ വെച്ചാൽ, ജുഡീഷ്യൽ ആക്ടിവിസം അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് പോയി. ബാക്കിയുള്ള 2 സംവിധാനത്തിലും ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കോടതി അവകാശങ്ങൾ മുഴുവൻ സ്വയം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ജസ്റ്റിസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. ആ കോടതിയിലുള്ള വിശ്വാസമാണ് ഇന്ത്യൻ ജനതയെ ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തിൽ നിലനിർത്തിയത്. ആ സമയത്ത് അതൊരു ആവശ്യമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു, അടിയന്തരാവസ്ഥ പിൻവലിച്ചു, വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ വന്നു, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അതിന്റെ എക്സ്പെക്ടഡ് റോളുകൾ നിർവഹിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ കോടതി ആ മുന്നോട്ട് എടുത്തു വെച്ച കാല് പുറകോട്ട് എടുത്തു വെക്കണമായിരുന്നു, അത് ചെയ്തില്ല. കോടതി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. കോടതി അതിന്റെ അധികാരങ്ങൾ സ്വയം വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വട്ടവും. യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ സങ്കല്പം എന്താ? ഭരണഘടനയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു മൃതഗ്രന്ഥമല്ല. ഭരണഘടന ഒരു മതഗ്രന്ഥമല്ല.
ഒരു ഡെഡ് ടെക്സ്റ്റ് അല്ല. ഭരണഘടന ഒരു ഡൈനാമിക് ടെക്സ്റ്റ് ആണ്. കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കാനുള്ള ശേഷിയുള്ള പുസ്തകമാണ്. ഓരോ കാലഘട്ടത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് സ്വയം മാറാൻ, കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ ഭരണഘടനയ്ക്ക് ശേഷിയുണ്ട്. അതാണ് അതിന്റെ അമെൻഡബിലിറ്റി. അതിനാണ് ആർട്ടിക്കിൾ 360 എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 360 എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ഭരണഘടനയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതെന്തിനാ? ഭരണഘടനയെ അമെൻഡ് ചെയ്യാനാ. ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നിയമനിർമ്മാണ സഭകൾക്കാണ്, പാർലമെന്റുകൾക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകൾക്കും. എന്തുകൊണ്ടാണ് പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും കൂടുതൽ അധികാരം എന്ന് വെച്ചാൽ അവര് മാത്രമേ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ഉള്ളൂ. നിയമനിർമ്മാണ സഭകളിൽ ഇരിക്കുന്ന ആളുകളെ മാത്രമേ ജനങ്ങൾ വോട്ടെടുത്ത് തീരുമാനിക്കുള്ളൂ. ഈ കോടതികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കുന്നതല്ല, ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ജനം വോട്ട് ചെയ്ത് തീരുമാനിക്കുന്നതല്ല. പക്ഷെ നിയമനിർമ്മാണ സഭകളിൽ ഇരിക്കുന്ന ആളുകളെ ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ എപ്പോഴും അവർക്കൊരു പ്രാധാന്യമുണ്ട്. അവർക്ക് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ഭരണഘടനയെ തന്നെ തിരുത്താനുള്ള അധികാരമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഭരണഘടന ഉണ്ടായ കാലത്ത് 1950 റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു മൗലികാവകാശമായിരുന്നു. വസ്തു കൈവശം വെക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഒരു മൗലികാവകാശമായിരുന്നു. പാർലമെന്റ് നിയമം കൊണ്ടൊന്നും ഇല്ലാണ്ടാക്കിയതാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഒരു ലീഗൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റിനെ പോലും കോടതികൾക്ക് എന്താ പറയാ, പാർലമെന്റിന് ഇല്ലാണ്ടാക്കാമായിരുന്നു. പോട്ടെ, 9th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്താ പറയാ ഭരണഘടനയിൽ. അതായത് ഒരു നിയമം ലെജിസ്ലേച്ചർ ഉണ്ടാക്കി, പാർലമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ നിയമത്തെ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് മുകളിൽ ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. പിന്നെ ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് കോടതിക്ക് പരിശോധിക്കാൻ പറ്റില്ല. അത്തരത്തിൽ കോടതിയുടെ അധികാരത്തെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അമെൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് കൊടുത്തിട്ടുണ്ട്. കോടതി പരിശോധിക്കാൻ പാടില്ല എന്ന് പാർലമെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊവിഷൻ വരെ കൊടുത്തിട്ടുണ്ട്. കോടതി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? കോടതി സ്വന്തമായിട്ട് ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് പറഞ്ഞു. ഈ ബേസിക് സ്ട്രക്ചർ എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഭരണഘടനയിൽ എവിടെയും പറയില്ല എന്താണ്. ഇത് ആ നിരന്തരമായിട്ടുള്ള കോടതി വിധികളിലൂടെ കോടതി തന്നെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ. എന്നിട്ട് കോടതി പറയുന്നത് ആർട്ടിക്കിൾ 360 അബ്സല്യൂട്ട് റൈറ്റ് അല്ല, അതുകൊണ്ട് ഭരണഘടനയെ ഫുള്ളായിട്ട് പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യേണ്ട നോക്കണം. ആരാണ് ഈ ബേസിക് സ്ട്രക്ചർ തീരുമാനിക്കേണ്ടത്? അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ 360 പ്രകാരം അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി പറയും ഇത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് ഈ അമെൻമെന്റ് നിൽക്കില്ല പറയാം. 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി പറയാണ് 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് ഉണ്ടെന്ന്. ആരാ അധികാരം കൊടുത്ത്? ഞങ്ങൾ തന്നെ കൊടുത്ത്. ഇതെന്താന്ന് വെച്ചാൽ ഇത് അപ്പെക്സ് ബോഡി ആണെന്നുള്ള പോലെ ഇതൊരു ടസിലാണ്. ഈ രാജ്യം ഉണ്ടായ കാലം തൊട്ടുള്ള ടസിലാണ്. ഇതിൽ ആരാ വലുത്? ജുഡീഷ്യറി ആണോ വലുത്? പാർലമെന്റ് ആണോ വലുത്? അത് ഗോലക്നാഥ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസ് തൊട്ട് തുടങ്ങി നിങ്ങൾ പരിശോധിച്ചാൽ മതി. 1970 കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ്, അല്ല സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസിലാണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കോടതി ഉണ്ടാക്കുന്നത്. ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ആ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യാൻ പാടില്ല. സംഭവം എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഈ ബേസിക് സ്ട്രക്ചർ സങ്കല്പം ഭരണഘടനയുടെ അമെൻഡബിലിറ്റിനെ ഇല്ലാണ്ടിയൊക്കെയാണ്. ഭരണഘടന എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥം പോലെയാണ്, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ പറ്റാണ്ടിയാവുകയാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പാർക്കും തൊടാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 32 ഇടയ്ക്കുള്ള ഈ പറയുന്ന 19 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉള്ളിൽ നിൽക്കില്ലെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും ഇല്ലാണ്ടിയാവുന്ന പറയുന്നത്. ലക്ഷോപലക്ഷം വിശ്വാസ സമ്പ്രദായങ്ങളുള്ള രാജ്യത്ത് ആയിരക്കണക്കിന് എന്താ പറയുക, ആയിരക്കണക്കിന് ജാതികൾ, എത്രയോ മതങ്ങൾ, എത്രയോ ഭാഷകൾ, എത്രയോ വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളുള്ള ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ ഈ 17 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആ പരിധിക്കുള്ളിൽ എല്ലാ വിശ്വാസങ്ങളും ഒതുങ്ങി നിൽക്കണം. ഭരണഘടനാപരത എന്ന് പറയുന്നത് എന്താ പറയുക, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ്, മറ്റേ സിംഗിൾ ഗോഡ് എന്ന് പറയുന്ന സെമിറ്റിക് സങ്കല്പം ഉണ്ടല്ലോ, ഏകപദം, ഏകഗ്രന്ഥം, ഏകപ്രവാചകൻ. അതേ രീതിയിൽ ഭരണഘടനയെ രാജ്യത്തിന്റെ ഏകഗ്രന്ഥമാക്കി മാറ്റിയിട്ട് അതിന്റെ സിംഗിൾ പ്രൊഫറ്റ് ആയിട്ട് കോടതി മാറുന്നത് വളരെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഭരണഘടന അത്തരത്തിലൊരു മതഗ്രന്ഥമല്ല. ഈ സിസ്റ്റത്തിനുള്ളിൽ ഈ 17 ആർട്ടിക്കിളുകൾക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും ഇല്ലാണ്ടിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് വേണ്ടത്. ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ഈ രാജ്യത്തിലുള്ള വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ഉൾക്കൊള്ളാൻ ഈ 17 സെക്ഷനുകൾക്ക് പറ്റില്ലെങ്കിൽ അതിന് പറ്റുന്ന പോലെ ഈ സെക്ഷൻ വികസിക്കണം. കാലിന് കട്ടിലിന്റെ വലുപ്പം ഇല്ലെങ്കിൽ എന്താ പറയുക, കാല് മുറിച്ച് കളയല്ല ചെയ്യുക. ആളുകളുടെ കാലിനനുസരിച്ച് കട്ടിൽ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെയാണ് ചെയ്യുക. ഇവിടെ ഭരണഘടന എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? ഈ രാജ്യത്തിന്റെ തനിമയും ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനാണ്. അവസാനം ഭരണഘടനയിൽ കൂടി ഒത്തുപോകുന്നില്ല എന്നുകൊണ്ട് ഈ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഇല്ലാണ്ടാക്കി കളയാണ്. അപ്പോൾ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ടൈറണിയാവും. ജുഡീഷ്യൽ ടൈറണി ആയി കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരെ ഏറ്റെടുക്കണം.
ആർട്ടിക്കിൾ 245 ലെജിസ്ലേച്ചറുകൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്, നിയമനിർമ്മാണം നടപ്പാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 246(2) പ്രകാരം ഈ ശബരിമല എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് 3 7th ഷെഡ്യൂൾ പറയുന്ന ലിസ്റ്റ് 3യിൽ പറയുന്ന 51 ഐറ്റങ്ങളിൽ 28ാമത്തെ ഐറ്റമാണ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത്തരം കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന ഐറ്റങ്ങളിൽ നിയമനിർമ്മാണം നടപ്പാക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേ തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. ഈ സംസ്ഥാനം എന്തായാലും നിയമനിർമ്മാണം നടപ്പാക്കില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. സംസ്ഥാനം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B ആണ് കോടതി എടുത്തു കളഞ്ഞത്. കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് കേരള നിയമസഭ പാസാക്കിയ നിയമമാണ്. ആ നിയമം അമെൻഡ് ചെയ്തുകൊണ്ട് റൂൾ 3B റീഇൻസ്റ്റേറ്റ് ചെയ്താൽ മതിയായിരുന്നു. സംസ്ഥാനം ഓർഡിനൻസ് കൊണ്ടുവരികയാണെങ്കിൽ അവർ ചെയ്യില്ല. ഇനിയിപ്പോൾ റിവ്യൂ ഹർജിയിൽ കോടതി ഒരു പക്ഷെ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ചിലപ്പോൾ ഓർഡിനൻസ് ഇറക്കാൻ മതി, പഴയ കോടതി വിധി പുനഃസ്ഥാപിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ലാതെ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടൊരു ഓർഡിനൻസോ നിയമനിർമ്മാണമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന് അതിനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 246(2) പ്രകാരം 245 പ്രകാരം കേന്ദ്രത്തിന് അധികാരമുണ്ട്. അങ്ങനെ നിയമനിർമ്മാണം നടപ്പിലാക്കി എന്താ പറയാ ശബരിമല ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്രം നിയമം കൊണ്ടുവന്നു. സുപ്രീം കോടതി വീണ്ടും ജുഡീഷ്യൽ റിവ്യൂ നടത്തി. എന്നിട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അത് കണ്ടു, വീണ്ടും സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. എന്താ ചെയ്യുക? കേന്ദ്രം വീണ്ടും നിയമം ഉണ്ടാക്കുക. തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി. ദ ടൈറണി ഓഫ് ദ അൺഎലക്റ്റഡ് ആണോ വിൽ ഓഫ് ദ പീപ്പിൾ ആണോ നോക്കിയിട്ട് തീരുമാനിക്കാം.